गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ശ്രീമദ് ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ 24, 25 ശ്ലോകങ്ങളാണ് ഒന്നിച്ച് പഠിക്കേണ്ടത്. 20-ാം ശ്ലോകം മുതൽ 20, 21, 22, 23 ആദ്യ ഭാഗം, ഇങ്ങനെ 3.5 ശ്ലോകങ്ങളിലൂടെ എന്താണ് യോഗം എന്നുള്ളത് നിർവചിച്ചു. നമുക്ക് ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ഒരു യോഗ നിർവചനമാണ് പഠിച്ചത്. എന്താണ് യോഗം? യത്രോപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി എത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ചാപരം ലാഭം മന്യത്തെ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ തം വിദ്യ ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം. ഇതാണ് നിർവചനം. അപ്പോൾ ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം. യോഗം എന്നാൽ വിയോഗമാണ്. വിയോഗമാണ് യോഗം. അപ്പോൾ യോഗവും വിയോഗവും വിരുദ്ധാർത്ഥങ്ങളാണ്. യോഗം ചേരുകയാണ്, വിയോഗം ചേരാതിരിക്കുകയാണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് വിയോഗമാണ് യോഗം. എന്തിൻ്റെ വിയോഗം? ദുഃഖസംയോഗ വിയോഗം. ദുഃഖങ്ങളുമായി സംയോഗമുണ്ടാകുന്നതിൽ നിന്നുള്ള വിയോഗം. ഇപ്പം സുഖദുഃഖ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സുഖദുഃഖ കാരണമാകുന്ന സാഹചര്യങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും വരും. അവിടെ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഒരു വ്യത്യാസമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ സുഖഹേതുവാകുന്ന സാഹചര്യം, ദുഃഖഹേതുവാകുന്ന സാഹചര്യം വരും. ഇത്തരം സാഹചര്യങ്ങൾ എന്തു വന്നാലും, ശീതമാകട്ടെ ഉഷ്ണമാകട്ടെ, പൂജയാകട്ടെ പരിഭവമാകട്ടെ, സ്തുതിയാകട്ടെ നിന്ദയാകട്ടെ, ജീവിതത്തിൽ വരുന്ന ദ്വന്ദ്വങ്ങൾ, അത്തരം ഏത് സാഹചര്യം വന്നാലും ദുഃഖങ്ങളുമായി അല്ലെങ്കിൽ ദുഃഖവുമായി സംയോഗമില്ലാതിരിക്കുക, ചർച്ചയില്ലാതിരിക്കുക. ഇന്ദ്രിയ മനോബുദ്ധികളുടെ വ്യവഹാരത്തെ അതിൻ്റെ തലത്തിൽ നിർത്താൻ കഴിയുക.
അതുമായി താൻ ചേരാതിരിക്കുക. അങ്ങനെ ദുഃഖത്താൽ ബാധിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് യോഗം. എന്നിട്ട് ഈ ഒരു നിർവചനം ചെയ്തതിന് ശേഷം പറഞ്ഞു, സ നിശ്ചയേന യോക്തവ്യ, നിശ്ചയബുദ്ധിയോടുകൂടി ഈ യോഗസാധന ചെയ്യേണ്ടതാകുന്നു. നിശ്ചയബുദ്ധിയോടുകൂടി. താത്പര്യം ഒരു സിദ്ധനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അനുഷ്ഠേയമോ അനനുഷ്ഠേയമോ ഇല്ല, ചെയ്യേണ്ടതോ ചെയ്യരുതാത്തതോ ഇല്ല. പക്ഷെ സാധകനെ സംബന്ധിച്ച് വളരെ കർശനമായി തന്നെ അയാൾ സാധനകളിൽ വ്യാപരിക്കണം. വീഴ്ചകൾ വരാം, മടി വരാം, പലതരത്തിൽ പരീക്ഷണങ്ങൾ വരാം, പിന്മാറാനുള്ള സാഹചര്യങ്ങൾ വരാം. എന്ത് സാഹചര്യം വന്നാലും ഇടതടവില്ലാതെ താൻ യോഗസാധനാമഗ്നനാക്കും എന്നുള്ള നിശ്ചയദാർഢ്യത്തെ കാണിക്കാനാണ് നിശ്ചയേന എന്ന് പറഞ്ഞത്. നിശ്ചയബുദ്ധിയോടുകൂടി തന്നെ, വിട്ടുമാറാതെ. യോക്തവ്യ യോഗ. എങ്ങനെ? അനിർവിണ്ണ ചേതസ. ഇത് വളരെ ശ്രദ്ധേയമായ പ്രയോഗമാണ്. കാരണം സാധകന് വേണ്ട ഏറ്റവും പ്രധാനമായ ഗുണവിശേഷമാണ് നിർവിണ്ണത, വൈരാഗ്യം, വിരക്തി എന്നുള്ളത്. ഇവിടെ പറയണത് വിരക്തി ഇല്ലാതെ എന്നാണ്. അപ്പോൾ വിരക്തി സാധകന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാന ഗുണമാണെന്നിരിക്കെ ഇവിടെ വിരക്തി ഇല്ലാതെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? മറുപടി സാധനയിൽ വിരക്തി ഇല്ലാതെ, സാധനയിൽ നിന്ന് വിരക്തി വരാതെ, തൻ്റെ പരമപുരുഷാർത്ഥത്തിലേക്കുള്ള ഗതിക്ക് ഇതാണ് മാർഗമെന്ന ഉറച്ച ബോധത്തോടു കൂടി എന്നർത്ഥം. അങ്ങനെ യോഗസാധന അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അതാണ് 23-ാമത്തെ ശ്ലോകം. തുടർന്ന് എങ്ങനെയാണ് അത്, എങ്ങനെയാണ് നിശ്ചയേന യോക്തവ്യ യോഗ, നിശ്ചയേന യോഗം യോക്തവ്യമാണെന്ന് പറഞ്ഞു. അതെങ്ങനെ എന്ന് സംശയം നമുക്ക് വരികയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആസന, ആഹാര, നിദ്ര തുടങ്ങിയവയെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രായണ യോഗസാധനയുടെ ബാഹ്യ അംഗങ്ങളാണ്, പ്രായണ ബാഹ്യ അംഗങ്ങളാണ്. അവിടെയും പ്രായണ എന്ന വാക്ക് ഉപയോഗിക്കണം. കാരണം ബാഹ്യമാന്തരം എന്നൊക്കെ പറയുമ്പോൾ അതിന് അത്ര വലിയൊരു ഒരു ഒരു അതിർവരമ്പൊന്നുമില്ല സാധനയെ സംബന്ധിച്ച് പറയുമ്പോൾ. ഇപ്പോൾ നമ്മളിവിടെ അകത്താണ് പുറത്താണെന്ന് പറയുമ്പോൾ വ്യക്തമായൊരു ചുമരുണ്ട്. ആ ചുമരിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അകത്ത് പുറത്തെന്ന് പറയുന്നത്. പക്ഷെ സാധനയെ സംബന്ധിച്ച് അന്തരംഗ സാധന, ബഹിരംഗ സാധന എന്നുള്ളതിന് വ്യക്തമായൊരു വേർതിരിവൊന്നുമില്ല. ബഹിരംഗ സാധന എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രദ്ധയോടെ, സമർപ്പണഭാവത്തോടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അന്തരംഗ സാധനയായിട്ട് മാറും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ സാധനയുടെ സൂക്ഷ്മ വിഷയങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ യോഗ യോക്തവ്യ, കഥം യോഗ യോക്തവ്യ, എങ്ങനെയാണ് യോഗത്തെ യോജിപ്പിക്കേണ്ടത്, അനുഷ്ഠിക്കേണ്ടത്, എങ്ങനെ യോഗസാധനയെ അനുഷ്ഠിക്കണം? ഇതാണ് ചോദ്യം. മറുപടി, സങ്കൽപ്പപ്രഭവാൻ കാമാം ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈശനൈരുപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. സങ്കൽപ്പപ്രഭവാൻ കാമാം ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം
വിനിയമ്യ സമന്തതഃ ശനൈ ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. സങ്കൽപ്പപ്രഭവാൻ കാമാൻ സർവാൻ അശേഷതഃ ത്യക്ത്വാ മനസാ ഏവ ഇന്ദ്രിയഗ്രാമം സമന്തതഃ വിനിയമ്യ ശനൈഃ ശനൈഃ ധൃതിഗൃഹീതയാ ബുദ്ധിയാ ഉപരമേത്. ഒന്നര ശ്ലോകത്തിലെ ഒരു വാചകം പൂർത്തിയാവും, നമുക്ക് ഒന്നിച്ചെടുക്കാൻ പറ്റും. ഇപ്പം സങ്കല്പപ്രഭവങ്ങളായ എല്ലാ കാമങ്ങളെയും പൂർണ്ണമായും ഉപേക്ഷിച്ച് മനസ്സുകൊണ്ട് ഇന്ദ്രിയ സമുദായത്തെ നിയമിച്ച്, അതും പറഞ്ഞു എല്ലാ പ്രകാരത്തിലും സമന്തതഃ എല്ലാത്തിൽ നിന്നും എല്ലാ പ്രകാരത്തിലും നിയന്ത്രിച്ച് ധൃതിഗൃഹീതയായ മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് പതുക്കെ പതുക്കെ ഉപരമിച്ചാലും എന്നാണ് പറയുന്നത്. ഇവിടെ ഉപദേശം ഉപരമേത്, ഉപരമിച്ചാലും എന്നാണ്. നീ ഉപരമിച്ചാലും. ഉപരമിക്കുക എന്ന് പറയുമ്പോൾ പിന്തിരിയുകയാണ്. ഉപരമിക്കുക, പിന്തിരിയുക. ഉപസർഗം ചേരുമ്പോൾ ധാത്വർത്ഥം തീരെ മാറും, പൂർണ്ണമായി മാറും. രമിക്കുക, ആനന്ദിക്കുക. അത് ഉപസർഗപൂർവകമാകുമ്പോൾ ആനന്ദിക്കുക എന്നുള്ള അർത്ഥം വരികയില്ല. പിന്തിരിയുക എന്നാണ് വരിക. ഉപരമണം, പിന്തിരിയത്. അഭി വന്നു കഴിഞ്ഞാൽ കൂടുതൽ, വളരെയധികം എന്നുള്ള അർത്ഥത്തിൽ അഭിരമിക്കുക എന്ന് പറയും. അപ്പം നീ ഉപരമിച്ചാലും പിന്തിരിഞ്ഞാലും എന്തിൽ നിന്ന്, എങ്ങനെ, കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിനെല്ലാം മറുപടി പറയുകയാണ്. സങ്കല്പപ്രഭവാൻ കാമാൻ സർവാൻ അശേഷതഃ ത്യക്ത്വാ. സർവാൻ കാമാൻ, എല്ലാ കാമങ്ങളെയും. ഇപ്പം കാമം ആഗ്രഹവിശേഷമാണ്. എങ്ങനെയുള്ള ആഗ്രഹവിശേഷം? തനിക്ക് സുഖഹേതുവാകും എന്ന ചിന്തയോടെ, സങ്കല്പത്തോടെ അപ്രാപ്തമായ ഏതെങ്കിലും വസ്തുവെ നേടാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതാണ് കാമം. ഇപ്പോൾ കാമത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് അപ്രാപ്തമായ വസ്തുവെ ആഗ്രഹിക്കുന്നതാണ്. പ്രാപ്തമായ വസ്തുവെ വെച്ചുകൊണ്ടിരിക്കുന്നതിനെ കാമം എന്ന് പറയാറില്ല, അത് രാഗമാണ്. മറ്റൊന്ന്, തനിക്ക് സുഖഹേതുവാകും എന്ന സങ്കല്പം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ സുഖത്തിനായിക്കൊണ്ടാണ്, സുഖം നേടുന്നതിനായിക്കൊണ്ടാണ്. സുഖം നേടുന്നതിനായിക്കൊണ്ട് ഇപ്പോൾ പ്രാപ്തമല്ലാത്ത ഒരു വസ്തുവെ, വസ്തു പലതാവാം, വ്യക്തിയാവാം. വ്യക്തി എന്ന് പറയുമ്പോൾ ആണോ പെണ്ണോ നപുംസകമോ രണ്ടും ചേർന്നതോ എന്തോ ആവാം. അല്ലെങ്കിൽ പദവികളാകാം, സ്ഥാനമാകാം, ധനമാകാം, എന്തോ ആവാം. ഇന്നതെന്ന് പറയാൻ വയ്യ. ഓരോരുത്തർക്കും കാമം വ്യത്യസ്തങ്ങളായിരിക്കുന്ന വിഷയങ്ങളിലായിരിക്കും. എല്ലാവർക്കും ഒന്നാണ് കാമ്യം എന്ന് പറയാൻ പറ്റില്ല. ഒരാൾക്ക് കാമ്യമായതിനെ ഉപേക്ഷിച്ചും വേറൊരാൾ വേറൊന്ന് നേടാൻ ശ്രമിക്കും. കാമ്യമായതിനെ, തനിക്ക് കാമ്യമായതിനെ നേടാൻ മറ്റൊരാൾക്ക് കാമ്യമായതിനെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവും. കാരണം അത് നമുക്ക് കാമ്യമായിരിക്കില്ല. അതിനേക്കാൾ കാമ്യം നമ്മൾ മറ്റൊന്നായിരിക്കും. അപ്പം എന്താണോ കാമ്യം അതിനെ നേടാനായിക്കൊണ്ട്
ആഗ്രഹിക്കുന്നു സുഖഹേതുവിനായിക്കൊണ്ട്. ഈ കാമങ്ങളെ പറയുകയാണ് സങ്കല്പപ്രഭവാൻ. സങ്കല്പത്തിൽ നിന്ന് പ്രഭവിക്കുന്ന. വാസ്തവത്തിൽ ഈ വിഷയം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായിട്ടുണ്ട്. സങ്കല്പത്തിൽ നിന്നാണ് കാമം എന്നുള്ളത്. സമീചീനത്വ ബുദ്ധിർഹി കാമസ്യ മൂലം എന്ന് പറയാറുണ്ട്. കൊള്ളാമല്ലോ എന്നുള്ള ബുദ്ധിയാണ് കാമത്തിൻ്റെ മൂലം. അപ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ ഇതെനിക്കായാൽ കൊള്ളാമല്ലോ എന്ന് തോന്നും. അപ്പോൾ അത് കാമമായി അങ്കുരിച്ചു. പിന്നെ നേടാൻ പരിശ്രമിച്ചു. നേടിയാൽ സന്തോഷം, ആരെങ്കിലും തടസ്സം നിന്നാൽ ക്രോധം, നഷ്ടപ്പെട്ടാൽ ദുഃഖം. ഇത് സങ്കല്പപ്രഭവം എന്ന് പറഞ്ഞു. നേരത്തെ 2-ാം അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയുന്ന സ്ഥലത്ത് മനോഗതാൻ കാമാൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. മനോഗതങ്ങളായ കാമങ്ങളെ. അപ്പോൾ കാമങ്ങൾ മനോഗതങ്ങളാണ്. വസ്തുവിലല്ല കാമം, മനസ്സിലാണ് കാമം. ആ മനസ്സിലുള്ള കാമം നമ്മൾ വസ്തുവിലേക്ക് ചേർക്കുന്നു. അപ്പോൾ വസ്തു കാമ്യമാകുന്നു. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിചാരമാണ് അതിൽ നിന്ന് പിന്തിരിയാനുള്ള മാർഗം. കാരണം സങ്കല്പം കൊണ്ടാണ് കാമം വളരുന്നത് എങ്കിൽ ആ സങ്കല്പത്തെ പിന്തിരിപ്പിക്കാനുള്ള മാർഗം വിചാരം മാത്രമാണ്. കൂടുതൽ സങ്കല്പിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ സങ്കല്പപ്രഭവങ്ങളായ കാമങ്ങളെന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വസ്തുവിലും വിഷയത്തിലും അല്ല കാമം, നമ്മുടെ സങ്കല്പത്തിലാണ് കാമത്തിൻ്റെ മൂലം കിടക്കുന്നത്. അതാണ് കാമജാനാമിതേ മൂലം സങ്കല്പാത്വം ഹി ജായസേ എന്ന് മഹാഭാരതത്തിൽ അന്തർഭവിച്ച മംഗീഗീത പറയുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മംഗിയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ തൻ്റെ 2 കാളക്കുട്ടികളും ശ്വാസം മുട്ടി മരിച്ചിട്ടാണ് ഈ ചിന്ത മംഗിക്ക് വന്നത്. കാരണം കയ്യിലുള്ള പണം മുഴുവൻ സ്വരൂപിച്ച് എല്ലാ പൈസയും ഒത്തുകൂട്ടിയിട്ടാണ് 2 കാളക്കുട്ടികളെ മേടിച്ചത്. അവർ നല്ല രീതിയിൽ നോക്കി, നല്ല ഭക്ഷണം കൊടുത്ത്, നല്ല പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നു മംഗി. മംഗി ഒരാളുടെ പേര്, അത്രയേ ഉള്ളൂ. ഇംഗ്ലീഷ് ഭാഷയിലല്ല, സംസ്കൃതത്തിലാണ്. ഒരു ഭാഷയിലുള്ളതിന് ഒരു ഭാഷയിൽ അർത്ഥം മനസ്സിലാക്കും. മൻ കി ബാത്ത് ഇപ്പോൾ മങ്കി ബാത്ത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് ഹിന്ദിയിലാണ് അതിനർത്ഥം, അതാണ് വേറെ ഇംഗ്ലീഷിലല്ല. അത് മൻ കിയാണ്, മങ്കിയല്ല. ശരി. അങ്ങനെ വണ്ടി വലിക്കാൻ പരിശീലനം കൊടുക്കണമെങ്കിലും കന്ന് പൂട്ടാൻ പരിശീലനം കൊടുക്കണമെങ്കിലും നുകം ശീലിപ്പിക്കണം ആദ്യം. അങ്ങനെ നുകം ശീലിപ്പിക്കുന്നു. നുകത്തിൽ 2 കാളക്കുട്ടികളെയും കെട്ടി ഇയാൾ നടത്തുന്നു. ഇയാൾ സങ്കല്പിക്കുന്നു നല്ല അനുസരണമുള്ള കാളക്കുട്ടികളാണ്, വേഗം അവർ വലുതാവും, ഇപ്പോൾ തന്നെ നല്ല ആരോഗ്യമുണ്ട്, അനുസരണമുണ്ട്. അപ്പോൾ അവരെ വണ്ടിയിൽ പൂട്ടിയായിരിക്കും ധാരാളം പൈസ സ്വരൂപിക്കാൻ പറ്റും. അങ്ങനെ പൈസ സ്വരൂപിച്ചാൽ ചിലവാക്കാതെ ഞാൻ വെക്കും. വെച്ചു കഴിഞ്ഞാൽ മറ്റ് 2 എണ്ണത്തെ കൂടി വാങ്ങാനുള്ള പൈസയാവും. അപ്പം 4 കാളകളാവും. അതും കൂടി ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അധികം പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എനിക്കൊരു 8 കാളകളാവും. പിന്നെ പെട്ടെന്നാണ് എൻ്റെ പുരോഗതി. ആദ്യം ഒരു കടന്നു കിട്ടാനേ പണിയുള്ളൂ, പിന്നെ എളുപ്പമാണ്. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ഞാൻ വലിയ മുതലാളിയാവും എന്നൊക്കെ സങ്കല്പിച്ച് പാവം നടക്കുമ്പോഴാണ് കാളക്കുട്ടികൾ വഴിയുടെ മധ്യത്തിൽ വിശ്രമിക്കുന്ന ഒട്ടകത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തേയും കൂടി നടക്കാനിടയാവുന്നത്. ഒട്ടകം പേടിച്ചു എഴുന്നേറ്റു. ഈ പാവങ്ങൾ
ഒട്ടകത്തിൻ്റെ കഴുത്തിൽ തൂങ്ങി. ഒട്ടകം പരിഭ്രമിച്ച് ഓടി. ഇവർ രണ്ടുപേരെയും കണ്ടു. ഇവർ ശ്വാസം മുട്ടിപ്പടഞ്ഞ് ചത്തു. തൻ്റെ ആകെയുള്ള സമ്പാദ്യം മുഴുവൻ പടഞ്ഞ് ചത്തത് കണ്ടപ്പോൾ മങ്കി ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് മങ്കി ഗീത പാടിയത്. മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഹേ കാമ, നീ എവിടുന്നാണ് ഉണ്ടാവുന്നതെന്ന് എനിക്കറിയാം. സങ്കല്പത്തിൽ നിന്നാണ് നീ ഉണ്ടാവുന്നത്. ഞാൻ എന്തൊക്കെ സങ്കല്പിച്ചു, ഇനി മേലിൽ നിന്നെ ഞാൻ സങ്കല്പിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് നീ ഉണ്ടാവില്ല എന്ന് നിർണയിച്ചു. കാമജാനാമിതേ മൂലം സങ്കല്പാത് ത്വം ഹി ജായസേ നത്വാം സങ്കല്പയിഷ്യാമി തേന മേ ന ഭവിഷ്യസി. നീ എനിക്കുണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു മങ്കി. അതാണ് മങ്കി ഗീത. ഇവിടെ അതെ അതെ അപ്പോൾ സംയോഗം, ദുഃഖവുമായുള്ള സംയോഗമില്ലാതിരിക്കുക. ഞാൻ നിന്നെ സങ്കല്പിക്കുന്നില്ല. സങ്കല്പത്തിൽ നിന്ന് കാമം. അങ്ങനെ സങ്കല്പത്തിൽ നിന്നുള്ള കാമങ്ങളെ മുഴുവൻ സർവാൻ എന്ന് പറഞ്ഞതിലൂടെ എല്ലാം ലൗകികമാകട്ടെ വൈദികമാകട്ടെ പലതരം വിഷയങ്ങളിൽ നമുക്ക് കാമന വരാം. ഈ ലോകത്തിലെ ഒരു വിഷയവും ഉപഭോഗിക്കാതെ വ്രതം നോറ്റ് ആറ്റുനോറ്റ് ജീവിച്ച് പരലോകത്തിലെ വിഷയങ്ങളെ ആഗ്രഹിക്കുന്നവരുണ്ട്. കാര്യം ഇവിടെ പരമാവധി ഇപ്പോൾ ഒരു പെണ്ണിനെ കിട്ടി പറഞ്ഞാൽ അവിടെ ചെന്നാൽ 72 പെണ്ണിനെ കിട്ടിച്ചാൽ ഈ ഒന്നിനെ നമുക്ക് വേണ്ടാച്ചാലും അത് കിട്ടും. അല്ലെങ്കിൽ അവിടെ കുറേ മദ്യം കിട്ടുമെന്ന് വിചാരിച്ചാൽ ഇവിടെ മദ്യം വേണ്ടാന്ന് വയ്ക്കാം. ഇങ്ങനെയൊക്കെയാവാം ഈ ലോകത്തിലെ വിഷയങ്ങൾ, പരലോകത്തിലെ വിഷയങ്ങൾ, ഇതിലൊക്കെ ആഗ്രഹങ്ങൾ വരാം. ഏതിലാണ് ഒരാൾക്ക് ആഗ്രഹം എന്ന് പറയാൻ വയ്യ. അതുകൊണ്ട് അതെല്ലാം സൂചിപ്പിക്കാനാണ് സർവാൻ എന്ന് പറയുന്നത്. പിന്നെ സങ്കല്പത്തിൻ്റെ ഒരു ചെറിയ അംശം ബാക്കി വെച്ചാൽ തന്നെ അത് പൊട്ടിമുളച്ച് വലുതാകാം എന്നുള്ളത് കൊണ്ടാണ് അശേഷതഃ എന്ന് പറഞ്ഞത്. പൂർണ്ണമായും ത്യക്ത്വ, ഉപേക്ഷിച്ച്. എങ്ങനെയാണ് ഉപേക്ഷിക്കുക? അതിക്രമിക്കുക മാത്രമേ വഴിയുള്ളൂ. അല്ലാതെ ഒരു കാമത്തെയും ഉപേക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. ഞാൻ കാമത്തെ ഉപേക്ഷിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിഡ്ഢിത്തമാണ്. അത് അതിക്രമിക്കപ്പെട്ടാൽ മാത്രമേ ഉപേക്ഷിക്കപ്പെടുന്നുള്ളൂ. അല്ലാത്ത കാലത്തോളം നമ്മൾ എന്തിനെ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുന്നു, അത് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. സർവകാമങ്ങളെയും വിചാരം കൊണ്ട് അതിൻ്റെ തുച്ഛത്വ ബുദ്ധിയെ വിചാരിച്ചിട്ട് ആരാണോ അതിക്രമിക്കുന്നത്, സർവാൻ കാമാൻ അശേഷതഃ ത്യക്ത്വാ, അതിക്രമിച്ചിട്ട് പിന്നെന്ത് വേണം? മനസാ ഇന്ദ്രിയഗ്രാമം സമന്തതഃ വിനിയമ്യ, മനസ്സുകൊണ്ട് ഇന്ദ്രിയ സമുദായത്തെ, ഇന്ദ്രിയ കൂട്ടത്തെ എല്ലാ പ്രകാരത്തിലും നിയമിച്ചിട്ട്, ചുറ്റുപാടുന്ന് മുഴുവൻ നിയന്ത്രിച്ചിട്ട്, ഇന്ദ്രിയങ്ങൾ 5 വഴിക്കോടും. അവയ്ക്കതാണ് താത്പര്യം. അതിനാണ് അവ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ശബ്ദത്തിൻ്റെ പിന്നാലെ, സ്പർശത്തിൻ്റെ പിന്നാലെ, രൂപത്തിൻ്റെ പിന്നാലെ, രസത്തിൻ്റെ പിന്നാലെ, ഗന്ധത്തിൻ്റെ പിന്നാലെ. അതവയുടെ സ്വഭാവമാണ്. സാധാരണഗതിയിൽ അങ്ങനെ വിഷയങ്ങളുടെ പിന്നാലെ ഓടുന്ന ഇന്ദ്രിയം മനസ്സിനെ ആകർഷിക്കുന്നു. എന്നാൽ ഏതൊരു മഹാനുഭാവനാണോ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു എല്ലാ പ്രകാരത്തിലും. അപ്പോൾ ഓടാൻ നോക്കുമ്പോൾ എന്തിനാ പോണത്, എന്താ അവിടെ പോയിട്ട് കിട്ടാൻ പോണത് എന്നീ വിധത്തിൽ വിവേകത്തിലൂടെ സമന്തതഃ എല്ലാ പ്രകാരത്തിലും എല്ലായിടത്തും ഇന്ദ്രിയ സമൂഹത്തെ മനസ്സുകൊണ്ട് നിയമിച്ചിട്ട്, എന്നിട്ട് എന്ത് വേണം? ശനൈഹി, പതുക്കെ, തിരക്ക് കൂട്ടണ്ട. പെട്ടെന്ന് നമ്മുടെ ബുദ്ധിയെ ബലപൂർവകം ഒന്നും ചെയ്യണ്ട. പതുക്കെ ശാന്തമായിട്ട്. ശനൈഹി, പതുക്കെ ധൃതിഗൃഹീതയാ ബുദ്ധിയ, ധൃതിഗൃഹീതയായ ബുദ്ധി കൊണ്ട്, വെറും ബുദ്ധിയല്ല. ഇവിടെ മനസ്സ് ബുദ്ധി ഇവ തമ്മിലുള്ള വ്യത്യാസം ഓർമ്മിക്കുക.
മനസ്സ് സങ്കല്പ വികല്പാത്മകമാണ്. അതാണോ ഇതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ വേണോ വേണ്ടയോ പോണോ വേണ്ടയോ എന്നിങ്ങനെ നിരന്തരം സങ്കല്പത്തെയും വികല്പത്തെയും ചെയ്യുന്ന വൃത്തിയാണ് മനസ്സ്. ആ മനസ്സ് നൽകുന്ന സാധ്യതകളിൽ ഒന്നിനെ നിശ്ചയിക്കുന്ന ആളാണ് ബുദ്ധി. നിശ്ചയാത്മികയാണ് ബുദ്ധി. അധ്യവസായം ഉറപ്പിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുടെ ധർമ്മം. ആ ബുദ്ധി എങ്ങനെയുള്ളതായിരിക്കണം? ധൃതിഗൃഹീതയാവണം. ധൃതി എന്ന് പറഞ്ഞാൽ ധൃതി. എന്താ ധൃതി? നമ്മൾ സാധാരണ സംസ്കൃതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ശബ്ദമാണ്. മലയാളത്തിൽ സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല മലയാളത്തിൽ ഉപയോഗിക്കാറ്. മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. മലയാളത്തിൽ പലപ്പോഴും വേഗം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്, ധൃതി പിടിച്ച് ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. വാസ്തവത്തിൽ അതല്ല സംസ്കൃതത്തിൽ ധൃതിയുടെ അർത്ഥം. ധൃതി ഒറ്റ വാക്കിൽ മലയാളത്തിൽ പറയാൻ പറ്റില്ല കേട്ടോ. ഒറ്റ വാക്കിൽ മലയാളത്തിൽ അർത്ഥം പറയണമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല. നമുക്ക് മനക്കരുത്ത്, തൻ്റെ ഇടം, അങ്ങനെയൊക്കെ പറയാം. ധൃതി എന്താണെന്നുള്ളതൊരു ഉദാഹരണം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. നമുക്ക് എന്തെങ്കിലും ഒരു വലിയൊരു പരിക്ക് പറ്റിയെന്ന് വിചാരിച്ചോളൂ. ശരീരത്തിൽ വലിയ മുറിവേറ്റു. ഒരു ഭാഗത്ത് കഠിനമായ വേദനയുണ്ട്, മറ്റൊരു ഭാഗത്ത് രക്തം വാർന്നൊഴുകുന്നുണ്ട്. ഇതൊക്കെ തനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ അപ്പോഴും മനസ്സിൻ്റെ ആ ഒരു തൻ്റെ ഇടത്തോടു കൂടി ഇന്നത് ചെയ്യണം, ഇന്ന മാതിരിയാണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി എഴുന്നേറ്റ് നിന്ന്, അഥവാ എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയാണെങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവാണ് ധൃതി. എന്തിനെ നേരിടാനുള്ള തൻ്റെ ഇടമാണ്, മനക്കരുത്താണ്. ധൃതിയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരാറുള്ളത്, ഇപ്പം അദ്ദേഹം ഇല്ല, മരിച്ചുപോയൊരു വ്യക്തിയുടെ ഒരു വിഷയമാണ്. അദ്ദേഹം ഒരു പുതിയ വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാർത്തിട്ടുള്ള അവസ്ഥയിൽ, അക്കാലത്ത് വാർപ്പൊക്കെ വളരെ കുറവാണ്. അവരുടെ പ്രദേശത്ത് തന്നെ വാർപ്പ് വീടില്ല. ആദ്യത്തെ വാർപ്പ് വീടാണ് ആ ഗ്രാമത്തിൽ. അന്ന് അവിടെ പിരിക്കമ്പിയൊന്നും ഇറങ്ങിയിട്ടില്ല, അതിന് മുമ്പുള്ള കാലമാണ്. ഏതായാലും ഇത് പൊളിഞ്ഞു വീണു. പണി നടക്കുകയാണ്. ഇയാൾ അതിൻ്റെ ഉള്ളിൽ എന്തോ നനയ്ക്കാനോ പിടിക്കാനോ പോയതാണ്. ഒന്നായിട്ട് ഇയാളുടെ മുകളിൽ കൂടെ വലിയൊരു ഭാഗം വീണു. ഇയാളെ കഴുത്ത് പുറത്തുണ്ട്, തല പുറത്തുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ കോൺക്രീറ്റിൻ്റെ അടിയിലാണ്. ആയിരക്കണക്കിന് ക്വിൻ്റൽ തൂക്കമുള്ള സ്ലാബ് മുഴുവൻ വീണിരിക്കുക അദ്ദേഹത്തെ കൊണ്ട്. ഇയാളെ കാല് 5-6 കഷ്ണങ്ങളായിട്ടുണ്ട്. മുഴുവൻ എല്ലും അപകടത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, കിടക്കണ കിടത്ത എങ്ങനെ ഉണ്ടാകുന്നു? അനങ്ങാൻ പറ്റുമോ? ആ സമയത്ത് വിവരറിഞ്ഞ ആൾക്കാർ ഓടിക്കൂടി, നാട്ടുകാർ. അപ്പം അവിടെ കുത്തുന്നുണ്ട്, ഇവിടെ കുത്തുന്നുണ്ട്. ഈ സ്ലാബ് പൊന്തിച്ചിട്ട് പോകണമല്ലോ ഇയാൾ എടുക്കാൻ. അപ്പോൾ അയാൾ അവിടുന്ന് പറയുകയാണ്, അവിടെ കുത്തല്ലോ, അവിടെ കുത്തിക്കഴിഞ്ഞാൽ വെയിറ്റ് ഇങ്ങോട്ട് വരും, അപ്പോൾ പ്രശ്നമാവും, ഇവിടെ കുത്തരുത്, ഇങ്ങനെ രണ്ടുപേർ ഇത്ര മാതിരി ചെയ്യണം, എന്ന മാതിരി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം പറഞ്ഞ് അവർ എടുക്കുമ്പോഴത്തേക്ക് അയാൾ ബോധം പോയി. പക്ഷെ അതുവരെ, ആ ബോധം പോകുന്ന അവസ്ഥ വരെ മനസ്സിനെ അയാൾ സമനിലയിൽ പിടിച്ച് നിർത്തി. അവിടെ പിടിക്കരുത്, ഇവിടെ പിടിക്കരുതൊക്കെ നിർദ്ദേശിച്ച ആ ഒരു ഭാവം ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞ ധൃതി. മലയാളത്തിൽ പറയുമ്പോൾ തൻ്റെ ഇടം പ്ലസ് മനക്കരുത്ത് എന്നൊക്കെ പറയാം. ഈ ധൃതിയെ ഗ്രഹിച്ചിരിക്കുന്ന ബുദ്ധിയാണ് വേണ്ടത്. ധൃതി കൈവിടരുത്. ധൃതി കൈവിട്ടാൽ പോയി നമ്മൾ തകർന്നു പോകും. അങ്ങനെ ധൃതിഗൃഹീതയായ ബുദ്ധി കൊണ്ട് ശനൈ ശനൈഹി, പതുക്കെ പതുക്കെ ഉപരമിച്ചാലും. കാരണം ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളിലേക്ക് ഓടി
ആ വിഷയങ്ങളെക്കുറിച്ചുള്ള സങ്കല്പ വികല്പങ്ങളെ ഊട്ടി വളർത്തി ഇത്രയും കാലം കഴിഞ്ഞു. ഇനി നീ പിന്തിരിയൂ. വിഷയങ്ങളിലേക്ക് കുത്തിയൊഴുകി പോകുന്ന ഇന്ദ്രിയ മനോവൃത്തികളെ തടഞ്ഞ് ഇനി ഉപരമിക്കൂ. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് അന്ധകരണത്തെ മനഃ, അവിടെ മനഃ എന്നുള്ളതിനെ സങ്കല്പ വികല്പാത്മകമായ മനസ്സൊന്നും എടുക്കണ്ട. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് വേർതിരിക്കാതെ അന്തഃകരണം എന്നർത്ഥം എടുത്താൽ മതി. മനസ്സിനെ ആത്മസംസ്ഥം കൃത്വ, ആത്മസംസ്ഥമാക്കിയിട്ട്, ആത്മാവിൽ ഉറപ്പിച്ചിട്ട്, തന്നിൽ ഉറപ്പിച്ചിട്ട് അങ്ങും ഇങ്ങും ഓടാൻ വിടാതിരുന്നാൽ അന്ധകരണം എവിടെ ഇരിക്കും? നമ്മളിൽ തന്നെ ഇരിക്കും. ഇപ്പം നമ്മൾ ഇരിക്കുന്നില്ല നമ്മുടെ മനസ്സെന്ന് നമ്മൾ പരാതി പറയുന്നത് അങ്ങും ഇങ്ങും ഓടാൻ വിടുന്നോണ്ടാണ്. അങ്ങും ഇങ്ങും ഓടുന്നില്ലെങ്കിൽ മനസ്സ് നമ്മളിൽ തന്നെ ഇരിക്കും. അങ്ങനെ ആത്മസംസ്ഥമാക്കിയിട്ട്, തന്നിൽ തന്നെ ഉറപ്പിച്ചിട്ട്, ആത്മവിചാരത്തിൽ നിമഗ്നമാക്കിയിട്ട്, ആത്മാനുസന്ധാനത്തിൽ നിമഗ്നമാക്കിയിട്ട്, ന കിഞ്ചിത് അഭി ചിന്തയത്, വേറൊന്നും ചിന്തിക്കാൻ പോണ്ടെന്ന്. ന കിഞ്ചിത് അന്യത് ചിന്തയത്, ഒന്നും ചിന്തിക്കാൻ പോണ്ട. എളുപ്പമാണോ? എളുപ്പമല്ല. പക്ഷേ അതിനുള്ള ക്രമമായ സാധനയാണ് പറഞ്ഞത്. വേറൊന്നും ചിന്തിക്കാൻ പോണ്ട. അപ്പം വേറൊന്നും ചിന്തിക്കണില്ല വെച്ചാൽ തന്നിൽ തന്നെ ഒതുങ്ങി താനായി താനിരിക്കുന്നു. ആത്മന്യേവ ആത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞ തദോച്യതേ എന്ന് 2-ാം അധ്യായത്തിൽ പറഞ്ഞു. തന്നിൽ തന്നാൽ തുഷ്ടനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. മറ്റ് കാര്യകാരണ ഭാവങ്ങളൊക്കെ പോയെന്നർത്ഥം. ഇപ്പം നമ്മൾ ജന്മനാ തന്നെ വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒരു സമൂഹം അല്ലെങ്കിൽ സമൂഹത്തിലെ അംഗം എന്നുള്ള നിലയ്ക്കും നമ്മൾ ശീലിച്ചിട്ടുള്ളത് ചലനമാണ്. ചലനമാണ് ശീലിച്ചത്. സത്യത്തിൽ നമ്മുടെ സ്വഭാവം ചലനമാണോ അചലമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഇത് നമ്മൾ ശീലിച്ചു പോയി. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുക, എന്താ ഒന്നും ചെയ്യാണ്ടിരിക്കണമെന്ന്. അത് ചെയ്യാനല്ലേ കാരണം വേണ്ട, ചെയ്യാതിരിക്കാൻ കാരണം വേണോ? എന്താ നടക്കാൻ കാരണം വേണം, ഓടാൻ കാരണം വേണം, ഇരിക്കാൻ കാരണം വേണോ? വേണ്ടല്ലോ. അപ്പം കാരണാന്തരങ്ങളാൽ ആകർഷിക്കപ്പെടാതെ ഇരിക്കുമ്പോൾ താൻ തന്നിൽ തന്നെ ഇരിക്കുന്നു. ന കിഞ്ചിദപി ചിന്തയത്. അപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാലോ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അയാൾ തീർത്തും പ്രശാന്ത മനസ്കനാകും എന്നാണ് പറയുന്നത്. പ്രശാന്തമായവനാകും. അത് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതിന് മുമ്പ് നോക്കൂ, സങ്കല്പ പ്രഭവാൻ സങ്കല്പ പ്രഭവ യേഷാം കാമാനാം തേ സങ്കല്പ പ്രഭവാ കാമാഹ താൻ ത്യക്ത്വ പരിത്യജ്യ സർവാൻ അശേഷതഃ നിർലേപേന കിഞ്ച മനസാ ഏവ വിവേകയുക്തേന ഇന്ദ്രിയഗ്രാമം ഇന്ദ്രിയസമുദായം വിനിയമ്യ നിയമനം കൃത്വ സമന്തതഃ സമന്താത് ശനൈ ശനൈഃ ന സഹസ ഉപരമേത് ഉപരതിം കുര്യാത് കയാ ബുദ്ധ്യാ കിം വിശിഷ്ടയാ ധൃതിഗൃഹീതയാ ധൃത്യാ ധൈര്യേണ ഗൃഹീതയാ ധൃതിഗൃഹീതയാ ധൈര്യേണ യുക്തയാ ഇത്യർത്ഥഃ. ആത്മസംസ്ഥം ആത്മനി സംസ്ഥിതം ആത്മാ ഏവ സർവം ന തതഃ അന്യത് കിഞ്ചിത് അസ്തീതി ഏവം ആത്മസംസ്ഥം മനഃ കൃത്വ ന കിഞ്ചിദപി ചിന്തയേത് ഏഷ യോഗസ്യ പരമോ വിധിഃ. സങ്കല്പ പ്രഭവാൻ സങ്കല്പഃ പ്രഭവഃ യേഷാം കാമാനാം തേ സങ്കല്പ പ്രഭവാഃ കാമാഃ താൻ ത്യക്ത്വാ പരിത്യജ്യ സർവാൻ
അശേഷതഃ നിർലേപേന കിഞ്ച മനസാ ഏവ വിവേകയുക്തേന ഇന്ദ്രിയഗ്രാമം ഇന്ദ്രിയസമുദായം വിനിയമ്യ നിയമനം കൃത്വാ സമന്തതഃ സമന്താത് ശനൈഃ ശനൈഃ ന സഹസാ ഉപരമേത് ഉപരതിം കുര്യാത് കയാ ബുദ്ധ്യാ കിം വിശിഷ്ടയാ ധൃതിഗൃഹീതയാ ധൃത്യാ ധൈര്യേണ ഗൃഹീതയാ ധൃതിഗൃഹീതയാ ധൈര്യേണ യുക്തയാ ഇത്യർത്ഥഃ. ആത്മസംസ്ഥം ആത്മനി സംസ്ഥിതം ആത്മാ ഏവ സർവം ന തതഃ അന്യത് കിഞ്ചിദസ്തി ഇത്യേവം ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. ഏഷഃ യോഗസ്യ പരമോ വിധിഃ. ഇതാണ് യോഗത്തിൻ്റെ പരമവിധി. ഇതിനപ്പുറത്തേക്ക് ഒരു യോഗവിധി ഇല്ല. അവിടെ ചിത്തസംയമം ചെയ്യുന്നതിനായിക്കൊണ്ടുള്ള, ചിത്തവൃത്തി നിരോധം ചെയ്യുന്നതിനായിക്കൊണ്ടുള്ള യോഗസാധനകളെ പരിഗണിക്കുമ്പോൾ ഇതാണ് അതിൻ്റെ പരമമായ വിധി. ഇതിൽ പരമെന്ന് പറയാൻ യോഗശാസ്ത്രത്തിനില്ല എന്നർത്ഥം. ഇതിൽ പരം പറയാൻ യോഗശാസ്ത്രത്തിനില്ല. ഇത് പരമസത്യത്തെക്കുറിച്ചല്ല, യോഗസാധനയെ സംബന്ധിച്ച് ഇതിൽ പരം പറയാനില്ല എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അതെന്താ നോക്കൂ. സങ്കല്പപ്രഭവാൻ കാമാൻ ത്യക്വാ സർവാൻ അശേഷതഃ. സങ്കല്പപ്രഭവാൻ, സങ്കല്പം യാവയുടെ പ്രഭവമാണോ, കാമങ്ങളുടെ പ്രഭവമാണോ, അവയാണ് സങ്കല്പപ്രഭവങ്ങൾ. ഇപ്പം സങ്കല്പത്തിൽ നിന്നുണ്ടാകുന്ന കാമങ്ങൾ, കാമങ്ങൾ ഉണ്ടാകുന്ന സങ്കല്പത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം. കൊള്ളാമല്ലോ എന്നുള്ള സങ്കല്പം, അടുത്ത ഘട്ടത്തിൽ ജനിക്കായാൽ കൊള്ളാമല്ലോ എന്നുള്ള സങ്കല്പം. സങ്കല്പപ്രഭവ കാമാൻ. അപ്പം സങ്കല്പം പ്രഭവമായിരിക്കുന്ന കാമങ്ങൾ യാവയാണോ അവയാണ് സങ്കല്പപ്രഭവങ്ങളായ കാമങ്ങൾ. വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഇനിയും വിസ്തരിക്കേണ്ട ആവശ്യമില്ല. താൻ സർവാൻ, അവയെ എല്ലാം. അപ്പം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിക്കൂടെ, ലൗകികം പാരലൗകികം എന്നൊക്കെ മനസ്സിലാക്കുക. താൻ ത്യക്ത്വ പരിത്യജ്യ. ഇവിടെ ത്യക്ത്വ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. ഉപേക്ഷിച്ചിട്ട്, ഉപേക്ഷിക്കുക എന്നുള്ളത് അതിക്രമിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കൂ. അതിക്രമിച്ചാൽ മാത്രമേ ഉപേക്ഷിക്കാൻ സാധിക്കൂ, അല്ലാതെ ഉപേക്ഷിക്കാൻ കഴിയില്ല. നമ്മൾ ബാഹ്യമായി ഉപേക്ഷിച്ചാലും നമ്മുടെ മനസ്സിൽ അത് തന്നെയായിരിക്കും ഉണ്ടാവുക, അതിക്രമിക്കാത്ത കാലത്തോളം. അതുകൊണ്ട് അതിക്രമിച്ചിട്ട് സർവാൻ അശേഷതഃ നിർലേപേന, ഒരല്പവും ബാക്കിയില്ലാതെ. കിഞ്ച മനസ്സായവ വിവേകയുക്തേന, വിവേകയുക്തമായ മനസ്സുകൊണ്ട് ഇന്ദ്രിയഗ്രാമം വിനിയമ്യ, ഇന്ദ്രിയ സമുദായം വിനിയമ്യ, ഇന്ദ്രിയ സമുദായത്തെ നിയമിച്ചിട്ട്. എങ്ങനെ സാധിക്കുള്ളൂ? വിവേകം കൊണ്ട് മാത്രമേ സാധിക്കൂ. വിവേകയുക്തമായ മനസ്സുകൊണ്ട് ഇന്ദ്രിയ സമുദായത്തെ നിയമിച്ചിട്ട് സമന്താകും എല്ലാത്തിൽ നിന്നും. ഇപ്പം എന്തിലേക്ക് ഇന്ദ്രിയങ്ങൾ കൂലം കുത്തി ഒഴുകാൻ പോകുന്നുണ്ടോ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട്. അത് ബലപൂർവകമാവരുത്, വിവേകത്തോടു കൂടിയാവണം. ബലപൂർവകമായാൽ പൊട്ടിത്തെറിക്കും. ഇന്ദ്രിയങ്ങളെ ബലപൂർവകം നിയന്ത്രിക്കാൻ ആര് ശ്രമിച്ചാലും അവയുടെ പൊട്ടിത്തെറി ഉണ്ടാവും. അതിനെ താങ്ങാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല, പൊട്ടിത്തെറിയാൻ. ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് വിവേകത്തോടു കൂടിയായിരിക്കണം. എന്നിട്ട് എന്ത് വേണം? ശനൈഹി, പതുക്കെ പതുക്കെ.
ന സഹസ, പെട്ടെന്നല്ലേ എന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. ന സഹസ, പെട്ടെന്നല്ല. ഉപരമേത് ഉപരതിം കുര്യാത്, ഉപരമിച്ചാലും പിന്തിരിഞ്ഞാലും. ഇന്ദ്രിയ മനോബുദ്ധികൾ വിഷയാഭിമുഖമായി പോകുന്നതിൽ നിന്ന് പതുക്കെ പിന്തിരിഞ്ഞാലും. കയാ, എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? ബുദ്ധി കൊണ്ട്. ഏത് ബുദ്ധി കൊണ്ട്? കിം വിശിഷ്ടയാ, ഏത് ബുദ്ധി കൊണ്ട്? ധൃതിഗൃഹീതയ, ധൃത്യാ ധൈര്യേണ ഗൃഹീതയ, ധൃതിഗൃഹീതയ. ധൃതിയാൽ ഗ്രഹിക്കപ്പെട്ട, ധൈര്യത്താൽ ഗ്രഹിക്കപ്പെട്ട ബുദ്ധിയായിരിക്കണം. ധൈര്യത്താൽ ഗ്രഹിക്കപ്പെട്ട ബുദ്ധി എന്ന് വെച്ചാൽ ബുദ്ധിയിൽ അങ്ങേയറ്റം ധൈര്യത്തെ, ധീരതയെ, ധൃതിയെ ഉറപ്പിച്ചിട്ട്. ആത്മസംസ്ഥം ധൈര്യേണയുക്തയായ ബുദ്ധി കൊണ്ട്, ആത്മസംസ്ഥം ആത്മനി സംസ്ഥിതം, തന്നിൽ ഉറച്ചിരിക്കുന്നതായിട്ട്. മറ്റ് പലതിലേക്ക് നെട്ടോട്ടം ഓടുന്നില്ലെങ്കിൽ താൻ തന്നിൽ ഉറച്ചു. തന്നിൽ ഉറപ്പിക്കാൻ എന്താ വഴി വെച്ചാൽ വേറെ ഉള്ളതിലേക്ക് ഓടാതിരിക്കുക. വേറെ ഉള്ളതിലേക്ക് ഓടാതിരിക്കാൻ എന്താ വഴി? തന്നിൽ ഉറപ്പിക്കുക. ഇവ പരസ്പരാപേക്ഷിതങ്ങളാണ്. പരസ്പരാപേക്ഷിതങ്ങളാണ്. അപ്പം ആത്മസംസ്ഥിതമാക്കി തന്നിൽ ഉറപ്പിച്ചിട്ട്, അതെങ്ങനെയാണ്? ആത്മാവ് തന്നെയാണ് എല്ലാം എന്ന വിചാരം ഉണ്ടാവുക. ജീവൻ, ജഗത്ത്, ഈശ്വരൻ എന്നൊക്കെ നമ്മൾ പലതായി പറയുന്നത് നിരൂപണം ചെയ്താൽ ഏകമായ ആത്മതത്വമാണ് എന്ന് ഉറപ്പിച്ചാൽ അന്യവസ്തു ഇല്ല എന്ന് മനസ്സിലായി. അന്യമായ ഒന്നിലേക്ക് പോവാനില്ല. അപ്പം എല്ലാ വ്യാപാരവും ആത്മസ്ഥിതമാകും. ആത്മസംസ്ഥം മനഃ കൃത്വ ന കിഞ്ചിതപി ചിന്തയേത്, മറ്റൊന്നും ചിന്തിക്കാൻ പോണ്ട. അപ്പം ചോദ്യം, ഇങ്ങനെ ഒരു ആത്മസംസ്ഥിതനായി ധൃതിഗൃഹീതയായ ബുദ്ധിയോടുകൂടി ഇരിക്കുന്ന ഒരാൾക്ക് വേറെ ചിന്ത വരുമോ? വരാം. കാരണം സാധനാദശയിൽ അന്ധക്കരണം സാധനയുടെ ഫലമായിട്ട് ഇളകാതിരിക്കുമ്പോഴും അത് സാധനയുടെ ഫലമായിട്ടാണ് ഇളകാതിരിക്കുന്നത്. സമ്പൂർണമായി രസം അതിലുണ്ട്, വിഷയങ്ങളിൽ ആഭിമുഖ്യം രസമുണ്ട്. അപ്പോൾ സാഹചര്യം വരുമ്പോൾ ആ രസം പ്രകടാവും. അതുകൊണ്ടാണ് എന്നെ ചിന്ത ചെയ്ത്, കിഞ്ചിതപി ചിന്ത ചെയ്ത്, വേറൊന്നും ചിന്തിക്കാൻ പോകണ്ട. ഇതാണ് യോഗസാധനയുടെ പരമമായ വിധി. ഇതിൽ പരമൊരു യോഗവിധി ഇല്ല എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. കഠോപനിഷത്തിൽ യഥാ പഞ്ചാപതിഷ്ഠന്തെ ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ചന വിജേഷ്ടതി താമാഹു പരമാം ഗതിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ വളരെ ശ്രദ്ധിക്കണം. ഇതാണ് പരമാം ഗതി, പരമമായ ഗതി എന്ന് പറഞ്ഞത്. യഥാ പഞ്ചാപതിഷ്ഠന്തെ ജ്ഞാനാനി മനസാ സഹ, എപ്പോഴാണോ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സിനോടുകൂടെ ഉറച്ചിരിക്കുന്നത്. ബുദ്ധിഷ്ഠന വിചേഷ്ടതി, ബുദ്ധി ചേഷ്ടയെ ചെയ്യാത്തത്. താമാഹു പരമാം ഗതി, അത് പരമമായ ഗതിയാണെന്ന് പറയപ്പെടുന്നു. അതുതന്നെയാണ് ആ ഉറച്ചിരിപ്പ്, തന്നിൽ താനായുള്ള ഉറച്ചിരിപ്പ്. അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞു ഇതാണ് യോഗത്തിൻ്റെ പരമമായ വിധി. അപ്പോൾ ഇത് ഇവിടെ യോഗസിദ്ധനായോ? ഇല്ല. ഉച്ചകോടിയിൽപ്പെട്ട സാധനയാണെന്നേ പറയാൻ പറ്റൂ. വളരെ ഉയർന്ന യോഗസാധനയാണെന്നേ പറയാൻ പറ്റൂ. യോഗസിദ്ധനായി എന്ന് പറയാൻ വയ്യ. എന്തുകൊണ്ട് വയ്യ? ന കിഞ്ചിതപി ചിന്ത ഏത്, വേറൊന്നും ചിന്തിക്കാൻ പോണ്ട എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് യോഗസാധകനെ സംബന്ധിച്ചാണ്. യോഗസാധകനെ സംബന്ധിച്ച് ഈ ഒരു പരമമായ അവസ്ഥയിൽ ഇരുന്നാലും വ്യതിചലനം വരാം. കാരണം ഈ സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് മനസ്സിനെ കൊണ്ടാണ്. എന്തെല്ലാം സംസ്കാര വിശേഷങ്ങൾ മനസ്സിലുണ്ട്.
നമ്മൾ തന്നെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ടുണ്ടോ? നമുക്ക് സാധിക്കുന്നുണ്ടോ? ചിന്തിക്കേണ്ടതാണ്. എത്ര ജന്മജന്മാന്തര സംസ്കാരങ്ങളോട് കൂടിയിട്ടുള്ളത്. ഏതെല്ലാം ഭാവങ്ങൾ അതിലുണ്ട്. നമ്മളിൽ തന്നെ ശിശുവും ബാലനും കുമാരനും യുവാവും വൃദ്ധനും എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമ്മൾ ചിലപ്പോൾ വിചാരിച്ചേക്കാം നമുക്ക് പ്രായം കൂടുമ്പോൾ മുൻപ് അനുഭവിച്ച് വന്ന ഭാവങ്ങളൊക്കെയാണ് ശേഷിക്കുന്നത് എന്ന്. തെറ്റാണ്. കൊച്ചു കുട്ടിക്കുള്ളിലും വൃദ്ധനുണ്ട്, കൊച്ചു കുട്ടിക്കുള്ളിലും യുവാവുണ്ട്. ബാലനുള്ളിൽ ശിശുവുണ്ട്, കുമാരനുമുണ്ട്. കുമാരനുള്ളിൽ ശിശുവുണ്ട്, ബാലനുണ്ട്, യുവാവുമുണ്ട്, വൃദ്ധനുണ്ട്. അത് ഓരോ സാഹചര്യത്തിൽ അതത് പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും വരുമ്പോൾ നമ്മൾ നോക്കണം ആരാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, തത്ര ഏവം ആത്മസംസ്ഥം മനഃ കർത്തും പ്രവൃത്തഃ യോഗി. തത്ര ഏവം ആത്മസംസ്ഥം മനഃ കർത്തും പ്രവൃത്തഃ യോഗി. അങ്ങനെ മനസ്സിനെ ആത്മസംസ്ഥമാക്കി തീർക്കാൻ പ്രവർത്തിക്കുന്നവനായ യോഗി, യോഗസാധന, പരമമായ യോഗസാധന അനുഷ്ഠിക്കുന്നവനായ സാധകൻ, അങ്ങും ഇങ്ങും പോയിക്കൊണ്ടിരുന്ന മനസ്സിനെ ശാസ്ത്രീയമായി തന്നിൽ തന്നെ ഒതുക്കാൻ, ഉറപ്പിക്കാൻ, ഇരുത്താൻ പരിശ്രമിക്കുന്ന യോഗി എന്തു ചെയ്യണം? അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അത് അങ്ങും ഇങ്ങൊക്കെ പോയിന്ന് വരും. ഞങ്ങളൊരു സാധാരണ നമ്മൾ ബാലൻ്റെയും കുരങ്ങൻ്റെയും ഒക്കെ ദൃഷ്ടാന്തം പറയാറുണ്ട്. കുരങ്ങനെ ഒരു സ്ഥലത്ത് ഇരുത്തി അപ്പോഴത്തേക്ക് അത് വേറെ ചാടിപ്പോവും. അത് അവിടെ വേറെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇതിവിടെ ഉണ്ടാവില്ല. അതുപോലെ കുട്ടികളെ ഒരു സ്ഥലത്ത് ഇരുത്തിയാൽ പിന്നെ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാവില്ല, വേറെ കളിക്കാൻ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയാറുണ്ട്. നാളെ ദിവസം രസകരമായ കാഴ്ച കണ്ടു. ഒരു കുറേ യാത്രികരെയും കൊണ്ട് വന്നിട്ടുള്ളൊരു ഈ തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്ന ആളാണ്. അയാളെ ഓരോരുത്തരെ ഇരുത്തുകയാണ്, നോക്കി പിടിക്കുകയാണ്. ഒരു ബജാറിലൊക്കെ വിട്ടുപോയിട്ടുണ്ട്. തിക്കിലും തിരക്കിലും ബജാറിൽ വെച്ച് ആൾക്കാരെ വിട്ട് ഛിന്ന ഭിന്നമായി പോയിട്ടുണ്ട്. അപ്പോൾ ഇയാളെന്തുണ്ട്, ഒരു കടയുടെ പുറത്ത് അവരോടൊക്കെ ഒരു ബെഞ്ചിൽ ഒരാളെ ഇരുത്തി, ഇവിടെ അനങ്ങരുതേ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ തേടി പിടിക്കാൻ പോവുകയാണ്. രണ്ടുപേരെ ഇയാൾ പിടിച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇയാൾ ഇവിടെ നീട്ട് പോയിട്ടുണ്ട്. കാരണം ഇയാൾക്ക് വേറെ കാണാൻ പോവാണ്. അവസാനം ഈ ടൂർ ഓപ്പറേറ്റർ കരയാനായിട്ടുണ്ട്. എന്താ ചെയ്യുക ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇളകിപ്പോയി ഇവിടെ ഇരിക്കും കിട്ടുമോ, ഞാൻ അടുത്താളെ പിടിച്ച് കൊണ്ടിട്ടേ തന്നെ വേണ്ടി അപ്പോഴത്തേക്ക് ഇയാൾ എന്നിട്ട് പോയി, മറ്റേ ആൾ പോയി കഴിഞ്ഞാൽ. ഇതാണ് സ്ഥിതി നമ്മുടെ. അപ്പം മനസ്സിനെ ആത്മസംസ്ഥമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സ് പല വിഷയങ്ങളിലേക്ക് പോകുന്നത്. ഇവിടെ ആരോടും പ്രതിരോധിക്കുന്നില്ല. ഇവിടെ എല്ലാവരും വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളെ കീഴ്പ്പെടുത്താൻ നോക്കട്ടെ, അപ്പോൾ കാണാം പ്രതിരോധവും പ്രതികരണവും, അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ആദ്യം ബലം കളിച്ചു എന്ന് വരും, പിന്നെ തല്ലിന്ന് വരും, പിന്നെ എന്താ വെച്ചാൽ അതൊക്കെ ചെയ്യും. അതുപോലെ ആത്മസംസ്ഥമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സ് പലതിലേക്ക് ഓടുക. പലതിനെ അത് തിരിച്ചറിയും വിഷയങ്ങളായിട്ട്, ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളുടെ പിന്നാലെ. അതുകൊണ്ട് പറയാണ്, യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതദ് ആത്മന്യേവ വശം നയേത്.
യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത്. യതഃ യതഃ നിശ്ചരതി. യതഃ എവിടെ നിന്ന്, എന്തിൽ നിന്ന്? നമുക്ക് കുറച്ചും കൂടി ലളിതമായിട്ട് പറയാം, എന്ത് കാരണം കൊണ്ട് എന്ന് പറയാം. അപ്പം യതഃ യതഃ നിശ്ചരതി, എന്തിൽ നിന്ന് നിശ്ചരിച്ചു പോകുന്നുവോ മനസ്സ്. അപ്പം എന്തിൽ നിന്ന് എന്നുള്ളതിന് ഏതേത് നിമിത്തങ്ങളെ കൊണ്ട് നമുക്ക് അർത്ഥം പറയാം. യതഃ യതഃ യസ്മാദ് യസ്മാദ് കാരണാത് സ്ഥാനാത്. മനഃ നിശ്ചരതി, മനസ്സ് നിശ്ചരിച്ച് പുറത്തേക്ക് പോകുന്നുവോ. തതഃ തതഃ അവിടെ നിന്ന്, അതിൽ നിന്ന് ഏതത് നിയമ്യ, ഇതിനെ നിയമിച്ചിട്ട് ആത്മനി ഏവ വശം നയേത്, ആത്മവശത്തിലേക്ക് നയിച്ചാലും. ഇതാണ് സദാ ജാഗ്രതയായിരിക്കേണ്ടുന്ന ഉപദേശമാണ് ചെയ്യുന്നത്. അപ്പം ഏതേത് നിമിത്തം കൊണ്ട്, അതാണല്ലോ എന്തിൽ നിന്നാണോ മനസ്സ് വിട്ടുപോകുന്നത്. യതഃ യതഃ നിശ്ചരതി യസ്മാദ് യസ്മാദ് നിമിത്താത് കാരണാത്, ഏതേത് കാരണത്തിൽ നിന്ന് മനസ്സ് വിട്ടുപോകുന്നുവോ, നിമിത്തത്തിൽ നിന്ന് വിട്ടുപോകുന്നുവോ, നിമിത്തവശാൽ വിട്ടുപോകുന്നുവോ, എന്തിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് മനസ്സ് വിട്ടു പോണത്, അങ്ങനെയൊക്കെ പിടിച്ചു കൊണ്ടുവരണം. നമ്മൾ പശുവെ വളർത്തുമ്പോൾ കെട്ടിയിട്ട് വളർത്തുന്നു, തൊഴുത്തിലോ എവിടെയെങ്കിലും കെട്ടിയിട്ട് വളർത്തുന്നു. കെട്ടിയിടുന്നത് അവർക്കിഷ്ടമല്ല, ഇഷ്ടം പോലെ മേയുന്നതാണ് അവർക്കിഷ്ടം, അത് നമുക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ കെട്ടിയിടുന്നു. അപ്പം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വിഭിന്നമാണ്, നമ്മുടെയും പശുവിൻ്റെയും. അപ്പം തക്കം കിട്ടുമ്പോൾ അവ കയറ് പൊട്ടിച്ച് ഓടും. നീറ്റ് നടക്കാൻ ജീവനില്ലാത്ത പശു ആയാലും കയറ് പൊട്ടിച്ച് ഓടുന്ന കാഴ്ച കാണേണ്ടത് തന്നെയാണ്, അല്ലേ? അല്ല, ശ്രദ്ധിച്ചില്ല? കുതിച്ചോടും, പാലൊക്കെ പൊക്കി കുതിച്ചോടും. നീറ്റ് നടക്കാൻ ജീവൻ ഉണ്ടാവില്ല. കയറ് പൊട്ടിച്ചോടുമ്പോൾ കുതിച്ചോടും, കുന്തിച്ചോടും. എന്തിനാണ് ഓടുന്നത്? എനിക്ക് സുഖം ഉണ്ടാവും, കൂടുതൽ ആഹാരം കിട്ടും, കൂടുതൽ സുഖമായിരിക്കുന്നു വിചാരിച്ചിട്ടാണ്. കാരണം ഈ കെട്ടുപാട് ആർക്കും ഇഷ്ടമല്ല, പാരതന്ത്ര്യമാർക്കും ഇഷ്ടമല്ല. സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും വേണ്ടത്. ഇനി ആ പശുവെ നമുക്ക് പിടിച്ചു കെട്ടണം വീണ്ടും. എന്താണ് വഴി? ഓടിച്ചിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല, അത് ഓടിക്കൊണ്ടേ പോവും. അതിൻ്റെ പിന്നാലെ ഓടി നമ്മൾ ക്ഷീണിക്കുകയല്ലാതെ അതിനെ പിടിക്കാൻ കിട്ടില്ല. ഇനി അത് പോയി തിരിച്ചു വരട്ടെ അപ്പം കെട്ടാം എന്ന് വിചാരിച്ചാൽ അത് സാധിക്കില്ല. തിരിച്ചു വരും, വന്നാൽ തന്നെ കെട്ടാൻ പറ്റില്ല, അതിനും ഓടിക്കളയും. അപ്പം ഇവിടെ അതിനെ തിരിച്ചു കെട്ടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താഗ്രഹിച്ചിട്ടാണോ അത് പോയത്, അതിവിടെ ധാരാളം ഉണ്ടെന്ന് കാണിച്ചിട്ട് ആകർഷിക്കുക. പച്ചപ്പുല്ലോ മറ്റ് കാലിത്തീറ്റകളോ ഒക്കെ കാണിച്ച് ആകർഷിക്കുക. അങ്ങനെ നല്ല പച്ചപ്പുല്ലൊക്കെ കാണിച്ച് അത് ആകർഷിക്കപ്പെടുമ്പോൾ കെട്ടുക, അതേ പറ്റൂ, വേറെ വഴിയില്ല, വേറെ ഒരു തരത്തിലും പറ്റില്ല. ഇത് മാത്രമേ ആ പശുവെ തിരിച്ചു കെട്ടാനുള്ള മാർഗമുള്ളൂ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ്. ഏതേത് നിമിത്തത്തിൽ നിന്ന് നിശ്ചരതി നിശ്ചരിക്കുന്നുവോ,
പരക്കം പായുന്നുവോ ആര്? മനസ്സ്. എങ്ങനെയുള്ള മനസ്സ്? മനസ്സിൻ്റെ 2 വിശേഷണങ്ങൾ കൊടുത്തിരിക്കുക ഈ ശ്ലോകത്തിൽ. ഒന്ന് ചഞ്ചലം, 2 അസ്ഥിരം. 2 മനസ്സിൻ്റെ വിശേഷണങ്ങളാണ്. ഒന്ന് ചഞ്ചലമാണ്, അത്യന്ത ചലശീലമാണ്. അത്യന്ത ചലശീലമാണ്, ഓടിക്കൊണ്ടേയിരിക്കും, ചലിച്ചുകൊണ്ടേയിരിക്കും, അടങ്ങിയിരിക്കില്ല. അവിടുന്ന് അങ്ങോട്ട് പോയി, അവിടുന്ന് ഇങ്ങോട്ട് പോയി, അപ്പുറത്തേക്ക് പോയി. ഇനി ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ ഇളകിക്കൊണ്ടേയിരിക്കും. 2 അസ്ഥിരം, സ്ഥിരതയില്ല, മനസ്സിന് സ്ഥിരതയില്ല. അസ്ഥിരം എന്നുള്ളതും ചഞ്ചലം എന്നുള്ളതും മനസ്സിൻ്റെ വിശേഷണങ്ങളാണ്. അങ്ങനെയുള്ള മനസ്സ് ഏതേത് നിമിത്തവശാലാണോ ഓടി ഓടി പോകുന്നത് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരണം. തതഹ തതഹ, അപ്പം തന്നെ അവിടുന്ന്. തസ്മാത് നിമിത്താത് നിയമ്യ, നിയമിച്ചിട്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, പച്ചപ്പുല്ല് കാണിച്ചിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. ഏതത്? ഇതിനെ എന്ത് ചെയ്യണം? ആത്മന്യേവ വശം നയേത്, ആത്മനിയേവ വശം നയേത്. തന്നിൽ തന്നെ നയിക്കണം, തന്നിലേക്ക് തന്നെ, ആത്മാവിൻ്റെ വശത്തിലേക്ക് തന്നെ നയിക്കണം. ഇവിടെ തന്നെ ഇരിക്കുക, ആ ഇരുത്തിയെടുത്ത് തന്നെ. അപ്പോൾ വീണ്ടും ഓടും, വീണ്ടും കൊണ്ടുവരിക, വീണ്ടും ഓടും, വീണ്ടും കൊണ്ടുവരിക. ഇതന്നെയാണ് സാധന. 10,000 പ്രാവശ്യം ഓടുന്നു, തളരരുത്. 10,001-ാമത്തെ പ്രാവശ്യവും പിടിച്ചിരുത്താലോ. വീണിട്ടല്ലാതെ ആരാ നടക്കാൻ പഠിച്ചേ? ആത്മന്യേവ വശം നയിച്ചു, ആത്മവശത്തിലേക്ക് വീണ്ടും നയിച്ചാലും. ഇതാണ് ഉപദേശം. അപ്പോൾ നേരത്തെ യോഗത്തിൻ്റെ പരമാവധി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഉപദേശം ശരിയാണോ? അതാണ് യോഗ സാധനയുടെ പരമാവധി. അതിൽ കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ ആ അവസ്ഥയിൽ ഇരിക്കുമ്പോഴും മനസ്സ് ഓടിപ്പോകാം. അപ്പോഴും ജാഗ്രതയായിരിക്കണം. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ കഠോപനിഷത്തിലെ യോഗ നിർവചനം നേരത്തെ പറയുകയുണ്ടായി. യഥാ പഞ്ചാപതിഷ്ഠന്തി ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ചന വിജേഷ്ടതി താമാഹു പരമാം ഗതിം താം യോഗമിതി മന്യന്തേ സ്ഥിരാം ഇന്ദ്രിയധാരണ എന്ന് നേരത്തെ പറഞ്ഞു. അവിടെ ഒരു മന്ത്രമുണ്ട്, അപ്രമത്തഃ തഥാ ഭവതി എന്ന്. എന്തുകൊണ്ട്? യോഗോ ഹി പ്രഭവാപ്യയോ. ഈ സാധനയിൽ യോഗത്തിൽ അപ്രമത്തനാകണം, പ്രമാദം ചെയ്യരുത്. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നാൽ യോഗ പ്രഭവാപ്യയോ, യോഗം ഉദ്ഭവനാശങ്ങളോടുകൂടിയതാണ്. ഉദ്ഭവിച്ചു എന്നുള്ളത് കൊണ്ട് നിലനിൽക്കുമെന്നർത്ഥമില്ല. ഇന്നൊരാൾ യോഗിയായി എന്നുള്ളത് കൊണ്ട് നാളെ യോഗിയായിരിക്കുമെന്നർത്ഥം ഇല്ല. എപ്പോൾ വേണമെങ്കിലും വ്യതിചലിച്ച് പോവാം. സാധനയുടെ ബലം കൊണ്ടാണ് യോഗിയായിരിക്കുന്നത്. അതിൽ ന്യൂനത വന്നാൽ യോഗി എന്നുള്ളത് മാറാം. അതുകൊണ്ട് അപ്രമത്തഃ തഥാ ഭവതി. യോഗോ ഹി പ്രഭവാപ്യയോ. യോഗം പ്രഭവാപ്യയങ്ങളോട് കൂടിയതാണ്. പ്രഭവം, ഉദ്ഭവം, അപ്യയം, നാശം, വിലയം. അതുകൊണ്ട് സാധകൻ സദാ ജാഗ്രതയായിരിക്കണം എന്നാണ് ഉപദേശിക്കുന്നത്. എപ്പോഴും ജാഗ്രതയായിരിക്കണം, സദാ ജാഗ്രത. അതുകൊണ്ട് തതഹ നിയമ്യ, അവിടെ നിന്ന് നിയമിച്ചിട്ട്. അല്ലാതെ ഇപ്പോൾ ഇത് യോഗത്തിൻ്റെ പരമമായ അവധിയാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. എന്ന് മാത്രവുമല്ല, നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ വീണാലും പരുക്ക് പറ്റാം, നിന്നെടുന്ന് വീണാലും പരുക്ക് പറ്റാം. എങ്കിലും ഉയരം കൂടുന്നതിനനുസരിച്ച് പരുക്ക് കൂടുതലാവാനാണ് സാധ്യത. അവർ സാധ്യത എന്നേ പറഞ്ഞോളൂ, ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ സാധ്യതയെ പറയാൻ പറ്റും. നമ്മളിവിടെ സ്ഥിരം ബന്ധപ്പെടുന്നൊരു കക്ഷിയുണ്ട്. ഇന്നിവിടെ വന്നിട്ടില്ല, മറ്റേതെപ്പോഴും വരുന്ന ആളാണ്, കോഴിക്കോടുള്ള ആളാണ്. അയാളെ എന്തോ ശ്രദ്ധക്കുറവിൽ റോഡ് ക്രോസ് ചെയ്യാനിടയായി. ശീലമില്ലാത്ത ആളൊന്നുമല്ല. ഉടനെ ഒരു കാറിടിച്ച് തെറിപ്പിച്ചു. ഇയാൾ ആകാശത്തേക്ക് പൊന്തിയിട്ട് താഴെ വീണതോ ഒരു വണ്ടീൻ്റെ ബോണറ്റിലാണ്. പോളിസ്
ഒരു ക്വാളിസ് വണ്ടിയുണ്ട്, അതിൻ്റെ ബോണറ്റിലാണ് വീണത്. അവിടുന്ന് തെറിച്ച് റോഡ് സൈഡിലേക്ക് വീണു. നമ്മൾ എന്താ വിചാരിക്കുക? അങ്ങ് പൊങ്ങിപ്പോയിട്ടാണ് വീണത് അടുത്ത വണ്ടീൻ്റെ ബാക്കത്തെ വണ്ടീൻ്റെ ബോണറ്റിലും. അവിടുന്നാണ് തെറിച്ചിട്ട് റോഡുമ്പിലേക്ക് വീണത്. കുറച്ച് അവിടെ ഇവിടെ പെയിൻറ്റ് വന്നു എന്നല്ലാതെ വേറെ യാതൊരു കുഴപ്പമില്ല. കുറച്ച് തൊലി പൊളിഞ്ഞ് പോയി എന്നേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പം, ഒരു എല്ല് പോലും പൊട്ടിയില്ല. അത് വിശ്വസിക്കാൻ പറ്റില്ല. എങ്കിലും അവിടെ പരിക്ക് കൂടാനാണ് സാധ്യത എന്ന് പറയാം. അത്രയേ ഉള്ളൂ. ഇത് അസത്യമോ നേരമ്പോക്കോ പറഞ്ഞതല്ല കേട്ടോ, ഉള്ളതാണ്. ഉള്ള പോലെ പറഞ്ഞതാണ്. നമ്മുടെ പാവങ്ങാട് നിന്നാണ് അതുണ്ടായത്, ഈ അപകടം. 2 വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയെന്നല്ലാതെ വേറെ ഒന്നുമില്ല. എങ്കിലും ഉയരത്തുനിന്ന് വീണാൽ പരിക്ക് കൂടാനാണ് സാധ്യത. അതുകൊണ്ട് യോഗോഹി പ്രഭവാപ്യേയോ, യോഗം പ്രഭവാപ്യേയങ്ങളോട് കൂടിയതാണ്, ഉദ്ഭവനാശങ്ങളോട് കൂടിയതാണ്. അത് നമ്മൾ ഓർമ്മിക്കണം. ശരി, ഇങ്ങനെ ആത്മവശത്തിലേക്ക് നയിച്ചാലോ എന്താ പ്രയോജനം? അത് അടുത്ത ശ്ലോകത്തിൽ പറയും. അതിനു മുമ്പ് ഇതിൻ്റെ ഭാഷ്യം നോക്കൂ. യതഃ യതഃ യസ്മാദ് യസ്മാദ് നിമിത്താത് ശബ്ദാദേഹേ നിശ്ചരതി നിർഗച്ഛതി സ്വഭാവദോഷാത് മനഃ ചഞ്ചലം അത്യർത്ഥം ചലം അതയേവ അസ്ഥിരം തതഃ തതഃ തസ്മാത് തസ്മാത് ശബ്ദാദേഹേ നിമിത്താത് നിയമ്യ തത് തത് നിമിത്തം യാഥാത്മ്യ നിരൂപണേന ആഭാസീകൃത്യ വൈരാഗ്യഭാവനയാ ച ഏതത് മനഃ ആത്മനി ഏവ വശം നയേത് ആത്മവശ്യതാം ആപാദയേത്. ഏവം യോഗാഭ്യാസബലാത് യോഗിനഃ ആത്മനി ഏവ പ്രശാമ്യതി മനഃ. യതഃ യതഃ യസ്മാത് യസ്മാത് നിമിത്താത് ശബ്ദാദേഹേ നിശ്ചരതി നിർഗച്ഛതി സ്വഭാവദോഷാത് മനഃ ചഞ്ചലം അത്യർത്ഥം ചലം അത ഏവ അസ്ഥിരം തതഃ തതഃ തസ്മാത് തസ്മാത് ശബ്ദാദേഹേ നിമിത്താത് നിയമ്യ തത് തത് നിമിത്തം യാഥാത്മ്യ നിരൂപണേന ആഭാസീകൃത്യ വൈരാഗ്യഭാവനയാ ച ഏതത് മനഃ ആത്മനി ഏവ വശം നയേത് ആത്മവശ്യതാം ആപാദയേത്. ഏവം യോഗാഭ്യാസബലാത് യോഗിനഃ ആത്മനി ഏവ പ്രശാമ്യതി മനഃ. അപ്പം ഏതേത് നിമിത്തം കൊണ്ട്, ഭാഷ്യകാരൻ പറയാണ് ശബ്ദാദേഹേ, ശബ്ദാദി നിമിത്തം കൊണ്ട്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇപ്പം ഇവ 2 രീതിയിൽ വരും. ഒന്ന്, ഇന്ദ്രിയങ്ങൾ വഴിക്ക് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ. 2, മുൻപ് അനുഭവിച്ചിട്ടുള്ള ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ സ്മൃതി ചിത്തത്തിൽ നിന്ന് വന്നിട്ട്. മനസ്സിന് 2 ഭാഗത്തേക്ക് ദ്വാരങ്ങൾ സങ്കല്പിക്കുക. ഒരു ഭാഗത്ത് 5 ദ്വാരങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ ഗ്രഹണത്തിനുള്ള ഇന്ദ്രിയങ്ങൾ, മറ്റൊരു ഭാഗത്ത് വലിയ ദ്വാരം ചിത്തത്തിലേക്കാണ്. അവിടുന്നാണ് സ്മൃതികൾ ഇങ്ങോട്ട് വരുന്നത്. 2 ഭാഗത്തു കൂടെ വന്നാലും ഉടനെ മനസ്സതിനെക്കുറിച്ച് സങ്കല്പ വികല്പം ചെയ്യും. എന്തെങ്കിലും മുമ്പുണ്ടായിട്ടുള്ള, കേട്ടിട്ടുള്ള, കണ്ടിട്ടുള്ള, മണത്തിട്ടുള്ള, രുചിച്ചിട്ടുള്ള, സ്പർശിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു വൃത്തി ചിത്തത്തിൽ ശേഖരിച്ചത് മനസ്സിലേക്ക് വരാം. സങ്കല്പിച്ചുണ്ടാക്കിയതും വരാം. ഇപ്പോൾ നമ്മളൊരു 10 സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു 100 സ്ഥലത്ത് ഒരേ വിഷയം പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അത് അസത്യമായിരിക്കും, സത്യമല്ല എന്ന് വിചാരിച്ചോളൂ. പക്ഷെ അത് ഉള്ളതായിട്ടാണ് നമുക്ക് തോന്നുക.
ഈ പ്രഭാഷണങ്ങളുടെ ദൃഷ്ടാന്തം പറയുമ്പോൾ ഉള്ളതാണോ പറയുക, ഇല്ലാത്തതാണോ പറയുക? ഇല്ലാത്തതേ പറയാൻ പാടുള്ളൂ, ഉള്ളത് പറയാൻ പാടില്ല. ദൃഷ്ടാന്തങ്ങൾ ഒരിക്കലും ഉള്ളത് പറയരുത്. ഉള്ളത് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒന്ന് നൊന്തുപോകും, ആർക്കെങ്കിലും വേദനിക്കും, ആരെങ്കിലും സംബന്ധിക്കുന്നതായിരിക്കും. ഉണ്ടാക്കി പറഞ്ഞാൽ തന്നെ അങ്ങനെയായിരുന്നു വരും. എപ്പോഴും ശ്രദ്ധിക്കണം. ദൃഷ്ടാന്തങ്ങൾ പറയുമ്പോൾ എപ്പോഴും ഉണ്ടാക്കിയിട്ടേ പറയാൻ പാടുള്ളൂ, ഉള്ളത് പറയാൻ പാടില്ല. പക്ഷേ ഒരു 10-100 സ്ഥലത്ത് ഒരാൾ ഈ ചിദാനന്ദപുരി സ്വാമി തന്നെ ആയിക്കോട്ടെ, ഈ ഉണ്ടാക്കിയിട്ടുള്ള ദൃഷ്ടാന്തം ഒന്ന് തന്നെ ആവർത്തിച്ചു വെച്ചാൽ അത് ഉള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത്, സംഭവിച്ചിട്ടുള്ളത് തന്നെയായിട്ട് തോന്നും. അപ്പോൾ ഇന്ദ്രിയങ്ങൾ വഴിക്ക് അനുഭവിച്ചതും അനുഭവിക്കാത്തതുമായതൊക്കെ തന്നെ സ്മൃതിയിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചിത്തത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാം, ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരാം. മനസ്സിലെത്തിക്കഴിഞ്ഞാൽ മനസ്സ് സങ്കല്പ വികല്പം ചെയ്യും. അതാണ് ശബ്ദാദേഹേ, ശബ്ദം തുടങ്ങിയ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ. അങ്ങനെയുള്ള വൃത്തികൾ ഏത് ഹേതുവായിട്ടാണോ മനസ്സ് ആത്മവശത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകുന്നത്, യസ്മാത് യസ്മാത് നിമിത്താത് ശബ്ദാദേഹേ, ശബ്ദാദേഹേ നിമിത്താത്, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന നിമിത്തങ്ങളെ കൊണ്ട് നിർഗച്ഛതി, ഓടിപ്പോകുന്നു, പരക്കം പായുന്നു. ആര്? മനസ്സ്. സ്വഭാവദോഷാത്, സ്വഭാവദോഷം കൊണ്ട്. മനസ്സിൻ്റെ സ്വഭാവദോഷമാണത്, അത് സ്വഭാവമാണ്, മനസ്സിൻ്റെ സ്വഭാവമാണ്. എൻ്റെ മനസ്സ് അങ്ങനെയല്ല എന്നാരും പറഞ്ഞേക്കരുത്. മനസ്സാണോ അതിൻ്റെ സ്വഭാവമാണത്. മനഃ ചഞ്ചലം അത്യർത്ഥം ജലം, മനസ്സിൻ്റെ സ്വഭാവമാണെന്ത്? അത്യർത്ഥം ജലം. അത് ചലിച്ചുകൊണ്ടേയിരിക്കും, അടങ്ങിയിരിക്കില്ല. ഇരുത്തി അവിടുന്ന് ഇളകും, അവിടുന്ന് ഇളകും, അവിടുന്ന് ഇളകും, അങ്ങനെ പോകും. ഒന്നിലുറച്ചിരിക്കില്ല മനസ്സ്. അതേവ അസ്ഥിരം. അതുകൊണ്ട് തന്നെ അസ്ഥിരമായ മനസ്സ്, സ്ഥിരമല്ലാത്ത മനസ്സ് ഏതേത് നിമിത്തങ്ങളെ കൊണ്ട് ഓടിപ്പോകുന്നുവോ അവിടെ നിന്ന് തതഹ തതഹ നിമിത്താത് ശബ്ദാദേഹേ, അതത് നിമിത്തത്തിൽ പിടിച്ചുകൊണ്ടാണ്. അവിടുന്ന് പിടിച്ചുകൊണ്ട്, ബലപൂർവകമല്ല. അവിടെ ശനൈ ശനൈഹി നേരത്തെ പറഞ്ഞത് ഓർമ്മിക്കണം. ഈ ശനൈ ശനൈ എന്ന് പറഞ്ഞാൽ മെല്ലെ എന്ന് പറഞ്ഞാൽ അതിനോട് കിട്ടുമോ? തെറ്റിദ്ധരിക്കാൻ പാടില്ല. പെട്ടെന്ന് വേണ്ട. ഇവിടെ പലപ്പോഴും ഉണ്ടാവാറുള്ളൊരു സംഭവമുണ്ട്. നമ്മുടെ വളരെ ഈ ചുറ്റുപാടിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. വല്ല പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അപകട മരണങ്ങളൊക്കെ വെച്ചാൽ ഏറെ. അപ്പോൾ വീട്ടുകാരെ അറിയിക്കണ്ടേ? അപ്പോൾ ചിലർ പറയും പെട്ടെന്ന് അറിയിക്കണ്ട, എന്ത് കുറച്ച് കഴിഞ്ഞിട്ട് അറിയിക്കാം. എന്തിനടേ, അവർ തയ്യാറാവട്ടെ എന്നേ. അല്ല ഇപ്പം പറയണ്ട. ഇതിന് മിക്ക വീട്ടിലും പോയിട്ട് പറയുന്ന ആൾ നമ്മളാണ്. മിക്ക വീട്ടിലും ഈ മരിച്ചു എന്നുള്ള വാർത്ത കൊടുക്കുന്ന ആൾ ഇവിടെ ചിദാനന്ദപുരി സ്വാമിയാണ്. സത്യം പറയുക. ഇതൊക്കെ അത് ആൾക്ക് പെട്ടെന്ന് പറയണ്ട സ്വാമി. അവർ ഷോക്കായിട്ട് മരിച്ചു പോകും. പെട്ടെന്ന് ആംബുലൻസിൽ ശവം കൊണ്ടുവന്നാൽ, മകൻ പുറത്ത് പോയിരിക്കുകയാണ് മോട്ടോർ ബൈക്കിൽ, അപകടത്തിൽ മരിച്ചു. അപ്പോൾ പിന്നെ കാണുന്ന ആംബുലൻസ് വന്നിട്ട് ശവം ഇറക്കണത് കണ്ടു കഴിഞ്ഞാൽ ഏത് അമ്മയാണെച്ചാലും അപ്പം തന്നെ അവരുടെ കാറ്റ് പോകും. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞ് അവരെ തയ്യാറാക്കി വെക്കണ്ടേ? ഇപ്പോൾ ശനൈ ശനൈ മെല്ലെ മെല്ലെ എന്ന് പറഞ്ഞാൽ അത് വേണ്ട കേട്ടോ, നീ മനസ്സ് പോയിക്കോട്ടെ, ഇപ്പം നിയന്ത്രിക്കണ്ട. ഇത് മനസ്സ് വേറെ വിഷയത്തിന് പിന്നാലെ പോയി. അപ്പോൾ ഭഗവാൻ ശനൈ ശനൈ എന്നാണ് പറഞ്ഞത്. നിയന്ത്രിക്കണ്ട, അവിടെ കേട്ടെ എന്നും വിചാരിക്കാൻ വയ്യാന്നർത്ഥം. അവിടെ ബലപൂർവകമാവണ്ടെന്നേ ഇവിടെ അർത്ഥം ഗ്രഹിക്കേണ്ടതുള്ളൂ. ബലപൂർവകം മനസ്സിനെ നിഗ്രഹിക്കാൻ ആരും ശ്രമിക്കരുത് എന്നേ അർത്ഥമുള്ളൂ. ശനൈ ശനൈഹി, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അല്ലാണ്ട് പതുക്കെ എന്നർത്ഥമില്ല.
ഏ അതെ, നിശേഷേണ ഗ്രഹിക്കപ്പെടും. അത് മതി. നിഗ്രഹം എന്നുള്ളത് കൊണ്ട് മനസ്സിൻ്റെ നാശമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ യോഗം കൊണ്ടാവില്ല. പ്രാണരോധനാൽ ലീനമാനസം ഏകചിന്തനാത് നാശമേത്യത എന്ന് വളരെ അർത്ഥഗർഭമായിട്ട് രമണ മഹർഷി പറഞ്ഞു തരുന്നത് ശ്രദ്ധിക്കുക. യോഗാദി സാധനങ്ങളെ കൊണ്ട് മനസ്സ് ലയിക്കുകയുള്ളൂ, മനസ്സ് നാശിക്കില്ല. അത് വിചാരം കൊണ്ട് മാത്രമേ നശിക്കൂ. വിചാര സാധനയിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള സാധനങ്ങളാണിതൊക്കെ. ഇത് പോയി പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഈ പറഞ്ഞാൽ അവിടെ വിചാരമുണ്ട്, വിചാരമാണ് അവിടെ. അത് തന്നെയാണ് ഇവിടെ ആത്മവിചാരം. അപ്പം മാത്രമേ ആത്മസംസ്ഥം കൃത്വ എന്നുള്ളത് ശരിയാവുള്ളൂ. ആത്മസംസ്ഥമാക്കണം. ആത്മവിചാരത്തിലൂടെ മാത്രമേ ആത്മസംസ്ഥമാക്കാൻ പറ്റൂ. അതിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞ പ്രാഥമിക സാധനങ്ങളിലൂടെ കടന്നു വരണം. രണ്ടും ചേർക്കണം. ഇതവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രാഥമികമായിട്ട്. ഏതൊക്കെയാ? സങ്കല്പ പ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാൻ അശേഷതഃ മനസൈവേന്ദ്രിയ ഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈശനൈരുപരമേത് ബുദ്ധ്യാ ഗൃഹീതയാ എന്ന് പറഞ്ഞിട്ടേ ആത്മസംസ്ഥം മനഃകൃത്വ എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ അവസ്ഥയിലും മനസ്സ് വ്യതിചലിക്കാം. അപ്പോഴാണ് യഥോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തോ നിയമീത് ആത്മന്യേവ വശം. അങ്ങോട്ട് തന്നെ വീണ്ടും ആത്മസംസ്ഥമാക്കിയതിനെ വീണ്ടും ആത്മസംസ്ഥാക്കുക. ആദ്യം ആത്മസംസ്ഥാക്കി, അപ്പോൾ ആത്മസംസ്ഥാക്കിയപ്പോഴത്തേക്ക് മനസ്സ് പല പല ദിശകളിലേക്ക് നെട്ടോട്ടം വീണ്ടും ഓടുകയാണ്. ആക്കിയത് ഇപ്പം എങ്ങനെയാന്ന് വെച്ചാൽ ധൃതി ഗൃഹീതയാ ബുദ്ധിയ, നല്ല ധൃതിയെ ഗ്രഹിച്ച ബുദ്ധി കൊണ്ട്, മറ്റൊന്നും ചിന്തിക്കാതെ മറ്റൊന്നിലേക്ക് മനസ്സ് പോകാതെ ആത്മാനിരൂപണം ചെയ്ത് ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള നിരൂപണം തന്നെ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ എന്തായി? ആത്മസംസ്ഥായി. മറ്റൊന്നിലേക്ക് പോവാതിരുന്നാൽ മതി. അല്ലാണ്ട് തന്നിൽ ഉറപ്പിക്കാനൊന്നും ഒരാളും പണിപ്പെടേണ്ട ആവശ്യമില്ല. മറ്റുള്ളതിലേക്ക് ഓടുന്ന പണിയില്ലാണ്ടാക്കിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ അത് മതി. അതായത് എളുപ്പമല്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയണത്, വളഞ്ഞു പറയണത്. അപ്പം ഞാൻ എവിടേക്ക് ഓടണില്ല, എവിടെ ഇരിക്കുക? ഇവിടെ തന്നെ ഇരിക്കണ്ടാവും. ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോഴാണല്ലോ വേറെ സ്ഥലത്തെത്തണത്. എങ്ങോട്ടും പോവാതിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആത്മസംസ്ഥമാക്കാൻ പണിയെടുക്കേണ്ട ആവശ്യമില്ല, പണിയെടുക്കാതിരുന്നാൽ മതി. പക്ഷെ അത് ഉച്ചകോടിപ്പെട്ടതായതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ അത് ആദ്യം പറയാത്തത്. അത് ഉയർന്ന ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ അത് പറയും. അതുകൊണ്ട് ഒരു പണിയില്ലത്, പണിയെടുക്കാതിരിക്കുകയാണ് വേണ്ടത്. തൊഴിൽ രഹിതനാവുകയാണ് വേണ്ടത്. രണ്ടും വിചാരം തന്നെയാണ്. അസ്ഥിരമായി, സ്ഥിരമല്ലാത്തത്, സ്ഥിരതയില്ലാത്തത്. ഇനി സ്ഥിരമായത് ആത്മാവ് മാത്രമാണ്. അതല്ലാത്തത്, അതിലല്ലാത്തത് എന്നൊക്കെ അനേക അർത്ഥങ്ങൾ പറയാം. മനസ്സിനൊരിക്കലും സ്ഥിരത ഉണ്ടാവില്ല. അപ്പം മനസ്സ് സ്ഥിരമാക്കണം എന്ന് പറയുന്നതോ അപ്പോഴത്തെ ബുദ്ധിവൃത്തിയായി. സ്ഥൈര്യം വരുമ്പോഴത്തേക്ക് ബുദ്ധിവൃത്തിയായി, മനോവൃത്തി പോയി. ഇത് പല വസ്തുക്കളല്ല. മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരമൊന്നും പല വസ്തുക്കളല്ല, ഒരേ അന്ധകരണത്തിൻ്റെ വൃത്തിഭേദം മാത്രമാണ്. അപ്പം മനോവൃത്തി എന്നുള്ളത് അങ്ങോട്ട് ജയിച്ചു കഴിഞ്ഞാൽ, മനോനാശം എന്നുള്ളത് സംഭവിച്ചാൽ പിന്നെ ബുദ്ധിയാണ് ശേഷിക്കുന്നത്. പിന്നെ അതിന് ഇളക്കമില്ല. അപ്പം ചോദ്യം, അങ്ങനെ ഇളക്കമില്ലാത്ത അവസ്ഥയിൽ ആത്മസംസ്ഥമായാലും പിന്നെ ഇളകുമോ? ഒരാൾക്ക് ജന്മനാ കാലില്ല എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ജന്മനാ കൈയില്ല എന്ന് വിചാരിച്ചോളൂ. വിചാരിക്കുന്നതിന് വിരോധമില്ലല്ലോ. വേറൊരാൾക്ക് കൈ കാല് സർവാംഗങ്ങളോടും കൂടി ജനിച്ച ആളാണ്. പിന്നീട് അയാൾക്ക് സന്ദർഭവശാൽ കാല് മുറിച്ച് മാറ്റേണ്ടി വന്നു, അല്ലെങ്കിൽ കൈ മുറിച്ച് മാറ്റേണ്ടി വന്നു.
ഇപ്പം കാലില്ല അയാൾക്ക്, പക്ഷെ കാലിൻ്റെ വൃത്തി ഉണ്ടാവുമല്ലയോ? ഉണ്ടാവും. ഒരു വിട്ട് ചവിട്ടിയാലുണ്ടല്ലോ എന്നൊക്കെ പറയും. എന്ത് ചവിട്ടാൻ കാലുണ്ടായിട്ട് വേണ്ടേ ചവിട്ടാൻ? ഞാൻ ഒരു അടി തരും കേട്ടോ നിനക്ക്, എന്തടിക്കാൻ കൈയുണ്ടായിട്ട് വേണ്ടേ? അയാൾക്ക് അവിടെ സ്പന്ദനം അനുഭവപ്പെടും, വൃത്തിയുണ്ട് അയാൾക്ക്. ജന്മനാ ഇന്ദ്രിയ വികലതയോട് കൂടിയിട്ടുള്ള ആൾക്ക് വൃത്തിയില്ല, ഇയാൾക്ക് വൃത്തിയുണ്ട്. അപ്പം മനസ്സ് വ്യാപാരരഹിതമായാൽ പോലും, ബുദ്ധി ഉറച്ചാൽ പോലും ചില സ്പന്ദനങ്ങൾ മനസ്സിൽ വരാം, വരില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വളരെ ജാഗ്രത വേണമെന്ന് പറയണം, വളരെ ജാഗ്രത. അപ്പോൾ യസ്മാത് നിമിത്താത് ശബ്ദാദേഹ നിശ്ചരതി നിർഗച്ഛതി സ്വഭാവദോഷാത് മനഃ ചഞ്ചലം അത്യർത്ഥം ജലം അതേവ അസ്ഥിരം തതഃ തതഃ തസ്മാത് തസ്മാത്. അവിടെ നിന്ന് തതഃ തതഃ തസ്മാത് തസ്മാത് ശബ്ദാദേഹേ നിമിത്താൽ, അവിടെ നിന്ന് അതത് നിമിത്തത്തിൽ പിടിച്ചു കൊണ്ടുവരണം. നിയമ്യ. അതെങ്ങനെയാണ് സാധിക്കുക? അതാണ് പറഞ്ഞത്, ഏത് നിമിത്തമാണോ മനസ്സിനെ ആകർഷിക്കുന്നത് അതിനെ ശരിക്ക് വിചാരം ചെയ്യുക. വിചാരം കൊണ്ടാണ് അതിലേക്ക് പോയത്, അതിനെ ശരിക്ക് വിചാരം ചെയ്യുക. ശരിക്ക് വിചാരം ചെയ്യുമ്പോൾ അതിൻ്റെ പൊള്ളത്തരം മനസ്സിലായി. അതാണ് പറയുന്നത്, തത്തത് നിമിത്തം യാഥാത്മ്യ നിരൂപണേന ആഭാസീകൃത്യ, യാഥാത്മ്യ നിരൂപണത്തിലൂടെ ആഭാസീകരിച്ചിട്ട്. യാഥാത്മ്യ നിരൂപണം ചെയ്യുക. അതിനെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം നമ്മളെ ആകർഷിക്കുന്നു എന്ന് വെച്ചോളൂ, ആണോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പദവിയോ സ്ഥാനമോ എന്തെങ്കിലും. അപ്പോൾ ആ നിമിത്തത്തെ സൂക്ഷ്മമായി നിരൂപണം ചെയ്യുക. അതിൻ്റെ ബാഹ്യമായ നിരൂപണമാണ് നമ്മളെ ആകർഷിച്ചത്. അതിനെ സൂക്ഷ്മമായി കീറി മുറിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി. അതാണ് യാഥാത്മ്യ നിരൂപണേന ആഭാസീകൃത്യ, അല്ലെങ്കിൽ വൈരാഗ്യഭാവനയ ആഭാസീകൃത്യ. ആഭാസീകൃത്യ അതിനെ പ്രതിഫലിപ്പിച്ചിട്ട്, ആഭാസം പ്രതിഫലനമാക്കി, ശരിക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ബോധിക്കുക, അതിനെ ആഭാസമാക്കി, അതിനെ നല്ലപോലെ പ്രകാശിപ്പിച്ചു. സൂക്ഷ്മ നിരൂപണം കൊണ്ട് നല്ലപോലെ പ്രകാശിപ്പിച്ച് വലുതാക്കി നോക്കി. അപ്പം നമ്മുടെ മനസ്സ് ഇങ്ങോട്ട് പോകും. വൈരാഗ്യഭാവനയാച്ച, വൈരാഗ്യഭാവന കൊണ്ടും ആഭാസീകൃത്യ. അപ്പം അങ്ങോട്ട് ഓടിയിരുന്ന മനസ്സ് അവിടെ നിന്നു, പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകും. അതാണ് യാഥാത്മ്യ നിരൂപണേന. ഞാൻ ഒരു സ്ഥലത്ത് എപ്പോഴും പറയാറുള്ള ദൃഷ്ടാന്തമാണ്. ഒരു സ്ഥലത്ത് മോഹിനിയാട്ടം കാണാൻ പോയപ്പോൾ മോഹിനിയെ കണ്ട് വല്ലാതെ വലിയ സുന്ദരിയാണ്. വീണ്ടും കാണണം എന്നുള്ള ആഗ്രഹം വന്ന് മോഹിനിയെ. ടിക്കറ്റ് എടുക്കണം, വീണ്ടും ടിക്കറ്റ് എടുത്തു. വീണ്ടും അവളെ കണ്ടപ്പോൾ വീണ്ടും കാണണം തോന്നി, വീണ്ടും. ഇങ്ങനെ 10 പ്രാവശ്യം കണ്ടപ്പോൾ ഒറിജിനലൊന്ന് കാണണം തോന്നി. ഒറിജിനൽ കാണാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? അവർ ഗ്രീൻ റൂമിൽ നിന്ന് മേക്കപ്പൊക്കെ അഴിച്ച് വരുന്ന വഴിയിൽ നിൽക്കുക. അങ്ങനെ ഗ്രീൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്ഥലത്ത് നിന്നു. ഞാൻ നേരത്തെ ഒരു മോഹിനിയെ കണ്ടുവല്ലോ, അത് ഞാൻ തന്നെയായിരുന്നോ? ഓ സന്തോഷം. ഇനി പോവാ, ഇനിയാണ്ട് പോവാ? ഇനി പോവില്ല. അവർ പിടിച്ചു വലിച്ചാൽ പോവില്ല. മേക്കപ്പിൻ്റെ പത്രാസ് അല്ലാണ്ടത്.
മോഹിനിയാട്ടം നൃത്തം കാണാനാണ് പോയച്ചാൽ ഇനിയും കാണും. മോഹിനിയാട്ടം നൃത്തത്തിൽ താല്പര്യം ഉണ്ടായിട്ടല്ല പോയത്, മോഹിനിയിൽ താല്പര്യം ഉണ്ടായിട്ടാണ് പോയത്. ഇത്ര വലിയ സുന്ദരിയായിട്ട് കണ്ടിട്ടാണ്. ഗ്രീൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ആ മേക്കപ്പൊക്കെ അഴിച്ചു വെച്ചിട്ടുള്ള അവരുടെ രൂപം കണ്ടത്. ആഭാസീകൃത്യം, യാഥാത്മ്യ നിരൂപണേന. ഇനി അങ്ങോട്ട് മനസ്സ് പോയില്ല. ഇത് പറയാൻ വളരെ വളരെ എളുപ്പമാണ്. ഒരു വലിയ കോടീശ്വരനായിട്ടൊരാൾ, കോടീശ്വരനാണ്. അങ്ങനെ അവസാന കാലത്ത് അദ്ദേഹത്തിന് വളരെ മാരകമായ രീതിയിലുള്ള ക്യാൻസർ രോഗം വന്ന് വളരെ മാരകമായിട്ടുള്ളതാണ്. ഇദ്ദേഹം ധാരാളം സിഗരറ്റ് വലിക്കുന്ന ആളാണ്. അപ്പോൾ സിഗരറ്റ് വിലക്കി ഡോക്ടർമാർ, ചികിത്സ വല്ലതും ഫലിക്കണമെങ്കിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്നായി. അങ്ങനെ ഇയാൾക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ വലിക്കുന്നുള്ളത് കൊണ്ട് പത്നിയും മക്കളും ഇയാൾക്ക് നായാ പൈസ കൊടുക്കാത്ത അവസ്ഥ ഉണ്ടായി. നോക്കണേ, അയാളുടെ ഒരു കഷ്ടപ്പാട്. അവസാനം അയാൾ പൈസ മോഷ്ടിക്കാൻ തുടങ്ങി. സ്വന്തം വീട്ടിൽ നിന്ന് താൻ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള തൻ്റെ പൈസ താൻ മോഷ്ടിക്കുക. എന്തൊരു ദയനീയമായ അവസ്ഥയാന്ന് നോക്കൂ. എന്നിട്ട് ആ കാലത്ത് 1 രൂപയും കണ്ടാണ് ഒരു സിഗരറ്റിന്, ആ കാലത്ത് വിൽസിന്. ഇയാൾ കുളിമുറിയുടെ വെന്റിലേറ്ററിലൂടെ പുറത്തേക്ക് കൊടുക്കും ഈ പൈസ. അത് മേടിച്ചിട്ട് ഒരാൾ 100 രൂപയ്ക്ക് ഒരു സിഗരറ്റ്. അത് അയാളെ വീട്ടിലെ ജോലിക്കാരനായി എല്ലാത്തിലും അയാളുടെ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അയാൾക്ക് എത്ര രൂപ ലാഭമായി? ഒരു സിഗരറ്റ് മേലെ 99 രൂപ ലാഭമായി. പിന്നെ ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കക്കൂസ് പോണതും കൂടിയപ്പോൾ വീട്ടുകാർ വിചാരിച്ചത് എന്താ വെച്ചാൽ ഈ ചികിത്സേൻ്റെ ഒക്കെ ഫലമായിട്ടായിരിക്കും അധികം പ്രാവശ്യം പോകണമെന്നാണ്. ഇടയ്ക്കിടയ്ക്ക് കക്കൂസ് പോക്ക് തുടങ്ങി. എന്നാലോചിച്ചു നോക്ക്, എത്ര ദയനീയ സ്ഥിതിയാണ്. അപ്പോൾ ഇത് പറയാനൊക്കെ വളരെ എളുപ്പമാണ്. നിയന്ത്രിക്കുക എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അവിടെയാണ് നേരത്തെ ഒരു ഭാഷ്യകാരൻ സ്വഭാവദോഷാതെന്നൊരു വാക്ക് പ്രയോഗിച്ചത്. നമ്മൾ വിചാരിക്കും എന്തിനേ സ്വഭാവദോഷം എന്നൊക്കെ പ്രയോഗിക്കുന്നതാണ്. ഇതാണ് ദൃഷ്ടാന്തം. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അപ്പം അദ്ദേഹം കാല് പിടിച്ചിട്ട് പറഞ്ഞു, സ്വാമിയോട് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണ്. ഇനി വെറുതെ എന്നെ ഈ ചികിത്സയൊക്കെ ചെയ്യണം എന്തിനാ? എനിക്ക് കുറച്ച് സിഗരറ്റ് വലിക്കാൻ സ്വാമി ഒന്ന് ഇവരോട് പറയണം. ഞാൻ പറഞ്ഞു, സത്യം പറയണതാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ വെറുതെ ഇയാളെ കഷ്ടപ്പെടുത്തില്ല, അയാൾ വലിച്ചോട്ടെ തന്നെ. ഇഷ്ടംപോലെ ഇഷ്ടമുള്ള ബ്രാൻഡ് കൂടുതൽ കൊടുക്കും. എന്താ സ്വാമി പറഞ്ഞു? ഡോക്ടർമാർ തുടരുത് വേണ്ട. ഞാൻ ഡോക്ടർമാർ ഇയാൾ മരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു, 4th സ്റ്റേജായി. ഇനിയാൾ ഇരിക്കുന്ന ദിവസം സന്തോഷമായിരിക്കട്ടെ. എന്തിനാ തടയുന്നത്? എത്ര സംഘർഷം ഉണ്ടാവും ഇതൊക്കെ ചെയ്യാൻ. എന്തായാലും അവർ അനുവദിച്ചു. സന്തോഷമായിട്ട് അടുത്ത ആഴ്ച അയാൾ മരിക്കുകയും ചെയ്തു. സന്തോഷമായിട്ട്. ഇതൊന്നും കഥ പറയല്ല. അതുകൊണ്ട് തസ്മാ നിമിത്താത് നിയമ്യ തത് നിമിത്തം യാഥാത്മ്യ നിരൂപണേന ആഭാസീകരണമൊന്നും എല്ലാവർക്കും സാധിക്കില്ല. ഇത് യോഗ സാധകന് പറഞ്ഞതാണ്, ഇത് എല്ലാവർക്കും സാധിക്കില്ല. മന ആത്മനി വശം നയേത് ആത്മവശ്യതാമാപാതയേത്. വീണ്ടും മനസ്സിനെ നീ ആത്മവശകമാക്കൂ. ഏവം യോഗാഭ്യാസബലാത്, യോഗാഭ്യാസബലം കൊണ്ട് യോഗിനഃ ആത്മനിയേവ പ്രശാമ്യതി മനഃ. യോഗിക്ക് മനസ്സ് ആത്മാവിൽ തന്നെ പ്രശമിക്കും. എങ്ങും ഓടാതെ തന്നിൽ തന്നെ ഉറച്ചിരിക്കുന്ന അവസ്ഥ യോഗിക്ക് കൈവരും. ഒരു സംശയവും ഇല്ല എന്ന് പറയുകയാണ്.
യോഗിക്ക് അത്തരം അവസ്ഥ കൈവരും. അതാണല്ലോ അനുഭവിച്ചുകൊണ്ടല്ലേ എന്ന് ചോദിച്ചാൽ, സാധനാനന്ദം എന്നുള്ളൊന്നുണ്ട്. സാധനാനന്ദം സിദ്ധൻ്റെ സഹജാനന്ദമല്ല. എങ്കിലും സാധനാനന്ദം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാധകൻ സാധനാമാർഗത്തിൽ മുന്നോട്ട് പോകും. കര കാണാത്ത കടലിൽ അലയുന്ന ഒരാൾ വളരെ ദൂരെ ചക്രവാളം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പച്ചപ്പ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബിന്ദു പോലെ ഒരു പച്ച കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് പ്രതീക്ഷ വളരും. ഞാൻ എങ്ങനെയെങ്കിലും കരയിൽ അണയും എന്നൊരു സങ്കല്പം ഉള്ളിൽ അണയും. അങ്ങേയറ്റം അന്ധകാരാവൃതമായൊരു ഗുഹയിൽ നോണ്ടു പോകുമ്പോൾ അറ്റം കാണാതെ ശ്വാസം മുട്ടി എങ്ങനെയോ എഴയുമ്പോൾ ഒരു ചെറിയൊരു പ്രകാശത്തിൻ്റെ സ്ഫുരണം കണ്ടാൽ അത് വലിയൊരു പ്രേരണയാണ് മുന്നോട്ട് സഞ്ചരിക്കാൻ. അത് തീർച്ചയായിട്ടും അനുഭവമാണ്. 100% ചോദിച്ചത് ശരിയാണ്. അതുകൊണ്ടാണ് സിദ്ധൻ്റെ സഹജാനന്ദം കൂടാതെ ശാസ്ത്രത്തിൽ സാധനാനന്ദം ചിന്തിക്കേണ്ടി വരുന്നത്. ഒരാൾക്ക് അതും ഇല്ലെങ്കിൽ പിന്നെ ഒട്ടും സാധനയിൽ പ്രവൃത്തി ഉണ്ടാവില്ല. ഏതായാലും ഇങ്ങനെ ആത്മവശത്തിലാക്കിയാലോ? നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. പ്രശാന്ത മനസംഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. പ്രശാന്തമനസംഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. ഇങ്ങനെ പ്രശാന്തമനസ്കനായ പ്രശമിച്ച മനസ്സോടുകൂടിയ യോഗിയെ ഉത്തമം സുഖം ഉപൈതി, ഉത്തമമായ സുഖം പ്രാപിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണ ജനങ്ങൾ സുഖത്തെ പ്രാപിക്കുക ചെയ്യുന്നത്, സുഖത്തെ അന്വേഷിച്ച് പോവുക ചെയ്യുന്നത്. ഈ യോഗിയിലേക്ക് സുഖം ഇങ്ങോട്ട് വന്നു ചേരുന്നു. ഏത് സുഖം? ഉത്തമം സുഖം. ഏത് സുഖം? ശാന്തരജസം, എല്ലാ രജസ്സും ഒഴിഞ്ഞ സുഖം. എങ്ങനെയുള്ളത്? ബ്രഹ്മഭൂതമായ. എങ്ങനെയുള്ള? അകൽമഷമായ. അപ്പോൾ അകൽമഷവും ഉത്തമവും ശാന്തരജസവും ആയ സുഖം യോഗിയെ പ്രാപിക്കുന്നു. ഇനി ശാന്തരജസം എന്നുള്ളത് യോഗിയുടെ വിശേഷണമായിട്ട് കൊടുക്കാം, അതിനും വിരോധമില്ല. അങ്ങനെയും അർത്ഥം പറയാം. ശാന്തരജസ്കനായ യോഗിയെ, ബ്രഹ്മഭൂതനായ യോഗിയെ, അകൽമഷനായ യോഗിയെ ഉത്തമം സുഖം പ്രാപിക്കുന്നു എന്നും പറയാം. കാരണം രണ്ടും ദ്വിതീയ. സുഖം എന്നുള്ളതും യോഗിനം എന്നുള്ളതും രണ്ടും ദ്വിതീയ ആയതുകൊണ്ട് ഈ വിശേഷണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർക്കാം. അതെങ്ങനെ? അടുത്ത പ്രാവശ്യം പഠിക്കാം. അപ്പോൾ 26 ശ്ലോകങ്ങൾ കഴിഞ്ഞു എന്നും ഓർമ്മിക്കുക. ഓം